ആ, ഞാൻ എൻ്റെ പ്രവാസി ജീവിതം തുടങ്ങുന്നത് പ്രവാസി ജീവിതം എന്ന് പറയത്തക്ക വിധത്തിൽ അന്നാണ് പ്രവാസി ജീവിതം. ഇപ്പോഴും പ്രവാസി ജീവിതമാണെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. കാരണം എന്താണ് ഹോം എവേ ഫ്രം ഹോം എന്നൊക്കെ പറയുന്ന കണക്ക് വീടിൽ നിന്ന് മാറി അകലെ മറ്റൊരു വീട് പോലൊരു വീടാണ് എനിക്കിപ്പോൾ ലണ്ടൻ. ഞാൻ 51 വർഷമായിട്ട് ലണ്ടനിൽ താമസിക്കുകയാണ്. 1973 ഇവിടെ പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ, പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ ലണ്ടനിലേക്ക് പോകുന്നത്. അത് പിന്നീട് നാടുമായിട്ട് നിരന്തരം ബന്ധം ഉണ്ടായിരുന്നു. അതിൽ 78 ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നു, വിവാഹം കഴിക്കുന്നു, തിരിച്ചു പോകുന്നു. പിന്നെ എൻ്റെ കുടുംബം അവർ കുട്ടികളൊക്കെ ജനിക്കുന്നത് അവിടെയാണ്, കുട്ടികളുടെ കുട്ടികൾ ജനിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതിൽ എൻ്റെ മക്കളാണെങ്കിൽ മലയാളം പൂർണ്ണമായിട്ട് സംസാരിക്കുന്നവരാണ്. പക്ഷേ കുട്ടികളുടെ കുട്ടി, ആ മലയാളം പഠിക്കുന്ന കുട്ടിയുടെ കുട്ടി വരുമ്പോഴത്തേക്ക് മലയാളം 2.5 വയസ്സ് വരെ മലയാളം പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ സ്കൂളിൽ, ഈ കിൻഡർ ഗാർഡൻസിൽ, നഴ്സറി സ്കൂളിൽ പോകുന്നത് മലയാളവുമായിട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾക്ക് ടോയ്ലറ്റിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് കൊണ്ട് പോകുന്നത്. അപ്പോഴിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ വരുന്ന തെറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ നോക്കി. ഞങ്ങളല്ല, കുട്ടിയുടെ അച്ഛനും അമ്മയും, എൻ്റെ മകളും മരുമകനും ശ്രമിച്ചു. അവിടെ ഒരു കുഴപ്പം പറ്റി. ഈ ഇംഗ്ലീഷ് കറക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചല്ലേ കറക്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് മലയാളം ഗ്രാജുവലായിട്ട് കറക്റ്റിൻ്റെ പുറകിലായി. പിന്നെ ഈ കുട്ടിക്ക് മലയാളം സംസാരിക്കാൻ പ്രയാസമായി. അപ്പോഴത്തേക്ക് രണ്ടാമത്തെ കുട്ടി വരുന്നു 5 വർഷത്തിന് ശേഷം. അപ്പോൾ അവനും മലയാളം 2.5 വയസ്സ് വരെ മലയാളം മാത്രമേ അറിയാവൂ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരാണ് വരുന്നത്? കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴത്തേക്ക് ഈ 2 കുട്ടികളും സ്കൂളൊക്കെ അടച്ചിട്ടപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടി വീട്ടിൽ കൂടുതൽ സമയം ചിലവിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലായി. അതോടുകൂടി രണ്ടാമത്തെ കുട്ടിയുടെ മലയാളവും പോയി. അങ്ങനത്തെ ഒരു അവസരം. അവർക്ക് എല്ലാവർക്കും മലയാളം കേൾക്കാം, പറയാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഒരു പുതിയ ആളുണ്ട്, 8 മാസക്കാരൻ. അവൻ്റെ അടുത്ത് പറയുന്നതൊക്കെ നമ്മളെല്ലാം സംസാരിക്കുന്ന മലയാളത്തിലാണ്. ഇനി അവൻ ഏത് രീതിക്കായിരിക്കും. കാരണം ഇത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ ആദ്യം മലയാളം സംസാരിച്ച് തുടങ്ങിയാൽ എളുപ്പമാണ്, പിന്നീട് മലയാളം പഠിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ അനിയൻ്റെ മോൻ പിന്നീടാണ് മലയാളം പിക്കപ്പ് ചെയ്തത്. മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ്. പക്ഷേ അവൻ ഇപ്പോൾ ഫ്ലുവൻ്റായിട്ട് മലയാളം സംസാരിക്കും. കാരണം ഇവരുടെ മലയാളം ഉണ്ട് അവരുടെ കയ്യിൽ. കാരണം ഇങ്ങനെ ഇവിടെ നാട്ടിൽ നിരന്തരം വരുന്നു, പിന്നെ വീട്ടിലെല്ലാവരും സംസാരിക്കുന്നു, പടം കാണുന്നു. ഇപ്പോഴും പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒരു പടം കാണുന്നതൊക്കെ മാറി അങ്ങ് പോവും. മാധ്യമപ്രവർത്തനത്തിലേക്ക് വന്നതോടെ എനിക്ക് ഒരു താല്പര്യമുള്ളൊരു ഫീൽഡായിരുന്നു ഈ എഴുത്തും വായനയും ഒക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ കാരണം ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കൈയെഴുത്ത് മാസിക പ്രസ്ഥാനം, അതിനിപ്പോൾ മണമ്പൂർ രാജൻ ബാബു എന്ന് പറയുന്ന കവിക്കൊക്കെ കുറേ അതിൽ എന്നെ ആ രീതിക്ക് ഗൈഡ് ചെയ്യുന്നതിൽ പങ്കുണ്ട്. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ പല അന്നത്തെ എഴുതി തുടങ്ങുന്നവർ, ചാത്തന്നൂർ മോഹൻ, പ്രൊഫസർ കെ പ്രസന്നരാജനൊക്കെ മലയാള സാഹിത്യ നിരൂപണ രംഗത്തൊക്കെ അക്കാഡമിയുടെ അവാർഡൊക്കെ വാങ്ങിയ സാഹിത്യകാരന്മാരാണ്. പക്ഷെ അവരന്ന് നമ്മുടെ മാസികയിൽ എഴുതുമായിരുന്നു. പിന്നെ മാതൃഭൂമിയിലെ ചീഫ് ഇല്ലിസ്ട്രേറ്റർ ആയിരുന്ന JR പ്രസാദ് നമുക്ക് പടം വരയ്ക്കുമായിരുന്നു അപ്പോൾ അന്നത്തെ മാസികയിൽ. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാനിവിടെ ഇപ്പോൾ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ട് നിന്നപ്പോൾ ലണ്ടനിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇത് എനിക്ക് അവിടെ നിന്ന് കാര്യങ്ങൾ എഴുതണം, അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് എഴുതണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ലണ്ടൻ ചെന്ന് കാണുമ്പോൾ നമ്മളിവിടെ നാട്ടിൻപുറത്ത് നിന്ന്, ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഒരു 70 മൈൽ അപ്പുറത്താണ് ഈ മണമ്പൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്രാമമാണ്. അപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് ലണ്ടൻ സിറ്റി എന്നൊക്കെ പറയാൻ നമുക്കിവിടെ നിന്ന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത അപ്പുറത്തെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളിവിടുത്തെ ഒരു പത്രം തുടങ്ങിയാൽ നമ്മൾ പ്രാദേശിക പത്രങ്ങളാണ്. ഇപ്പോൾ ഹിന്ദു പോലുള്ള പത്രം വേറെ, ആ സമയത്ത് നമ്മൾ ഇപ്പോൾ കേരളകൗമുദിയോ മാതൃഭൂമിയോ മനോരമയോ ഒക്കെ വായിക്കുമ്പോൾ അതിലെവിടെയൊക്കെയാണ് തിരുവനന്തപുരത്തെ ജില്ലയിലെ സഹകരണ സംഘത്തിലെ CPM ഉം CPI യും തമ്മിലുള്ള സമരത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും തലക്കെട്ട്. പക്ഷേ ഇപ്പോൾ ലണ്ടനിലെ ഒരു പത്രം വായിക്കുന്ന ആൾ ആദ്യം വായിക്കുന്ന ഒരു പക്ഷേ ഇറാഖിൽ ആക്രമണത്തെക്കുറിച്ചായിരിക്കും, ഇറാഖിൽ ആക്രമണം നടത്തുന്നതിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഗാസയിലെ ഇഷ്യൂ ആയിരിക്കാം,
അങ്ങനെ ഇൻ്റർനാഷണൽ ഇഷ്യൂസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏറ്റവും ഫ്രണ്ട് ലൈൻ വരുന്നില്ലെങ്കിൽ തന്നെയും മിക്കവാറും ഫ്രണ്ട് ലൈനിലാണ് ഇൻ്റർനാഷണൽ വാർത്തകൾ. അപ്പം നമ്മളൊരു ഈ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്ത് നിന്ന് ഈ വിശാല ലോകത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് അങ്ങ് മാറുകയാണ്. അതൊരു വലിയ മാറ്റമാണ്. സാംസ്കാരികമായിട്ടാണെങ്കിൽ അതിൻ്റെ അപ്പുറമാണ്. ഇപ്പോൾ അന്ന് ഈ ഇത് ചിത്രരചനയുടെ കാര്യത്തിൽ ലണ്ടനിലെ ഗാലറികളെല്ലാം അങ്ങ് തുറന്നു കിടക്കുകയാണ്. ഏതോ അതിവിശാലമായ, ഇപ്പോൾ സാധാരണ ഒരു വീടിൻ്റെ ഒരു ചുമരിൻ്റെ 2-3 സൈസുള്ള പെയിൻറ്റിങ്, അത്രയും സൈസിൽ വരച്ചിരിക്കുന്ന പെയിൻറ്റിങ്, അതിൻ്റെ ഒറിജിനൽ പെയിൻറ്റിങ് നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ മുരുകൻജിയും മറ്റേ നമ്മുടെ ശ്രീകണ്ഠൻ തുടങ്ങിയ പത്ര സുഹൃത്തുക്കളൊക്കെ വന്നപ്പോഴൊക്കെ അവർ നമ്മൾ നാഷണൽ ഗാലറി പോവുകയും ആ നാഷണൽ ഗാലറിയിലെ കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ നാട്ടിലെ നേതാക്കന്മാരൊക്കെ വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന്. അന്ന് ഞാൻ പറഞ്ഞു, അന്ന് ടി കെ രാമകൃഷ്ണൻ വന്നിട്ട് പോയതേ ഉള്ളായിരുന്നു. ഇപ്പോൾ മുരുകനും മറ്റേ നമ്മുടെ ശ്രീകണ്ഠനും ഒക്കെ വന്ന് പോയ സമയത്ത് ടി കെ രാമകൃഷ്ണൻ അന്ന് പോയിട്ടേ ഉള്ളായിരുന്നു. പറഞ്ഞ് അവരെയൊക്കെ തീർച്ചയായിട്ടും ഇവിടെയാണ് കൊണ്ടുവന്ന് കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നു ഞാൻ. അപ്പം അങ്ങനെ ഈ ഒരു എനിക്കതിൽ വലിയ താല്പര്യമാണ്. ഈ ചിത്രകല, ഈ ലോക ചിത്രകലയൊക്കെ കാണാനായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയാണ്. നമുക്കിവിടെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അത് ചിത്രകലയുടെ കാര്യം. പിന്നെ സാഹിത്യ രംഗത്താണെങ്കിൽ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് ആയാലും, നമ്മുടെ മലയാളത്തിലാണെങ്കിൽ മാധവിക്കുട്ടി ആയാലും, അവരെയൊക്കെ അവിടെ ക്ഷണിച്ചു വരുത്തുകയാണ്. അവരെ ക്ഷണിച്ചു വരുത്തി ഇംഗ്ലീഷ് ഓഡിയൻസ് ഇപ്പോൾ മാധവിക്കുട്ടിയാണെങ്കിൽ അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ സാഹിത്യത്തെപ്പറ്റി, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കവിതകളെ പറ്റിയും എഴുത്തിനെ പറ്റിയും അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊരു ഓഹാൻ പമൂക്ക് അങ്ങനെ തുടങ്ങി എത്ര പേര് നോബൽ പ്രൈസ് കിട്ടിയവരും അല്ലാത്തവരും, നോം ചോംസ്കി, അങ്ങനെയുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട്. പത്രരംഗത്താണെങ്കിൽ ഇപ്പോൾ ജോൺ പിൽജർ, പിന്നെ പ്രക്ഷോഭണ രംഗത്ത് ഇൻ്റലക്ച്വൽ മറ്റ് കാര്യങ്ങളിൽ, എഴുത്തിൽ ഇപ്പോൾ നോവൽ, നാടകം ഒക്കെ താരിഖ് അലിയെ പോലെയുള്ളവർ, അങ്ങനെയുള്ള ആളുകൾ. പിന്നെ പത്രരംഗത്ത് തന്നെ പിന്നെ ഡെറക് മാൽക്കം മറ്റൊരാൾ, ഫിലിമിൻ്റെ ക്രിട്ടിക് എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ഒരു അതിവിശാലമായ ഒരു ലോകം ആണ് നമ്മൾ ഈ മണമ്പൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ലണ്ടനിലേക്ക് ഇങ്ങനെ പറിച്ച് നടപ്പെടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പത്രക്കാരൻ ഇങ്ങനെ നമ്മൾ അവരുടെ സോഴ്സ് ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ കളക്ട് ചെയ്ത് ഒരു ലേഖനം എഴുതുക എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും വലിയ ഒരു ലക്ഷറിയിലൊന്നും ആയിരുന്നില്ല ഞാൻ. കാരണം എനിക്ക് റെയിൽവേയിൽ ഒരു ജോലിയുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പ്രയോറിറ്റി. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിലൂടെയാണ്. വളരെ വരുമാന മാർഗം അതാണ്. അപ്പോൾ അതിന് മുൻഗണന കൊടുക്കണം. പക്ഷേ എന്നാൽ തന്നെയും ഈ എഴുത്ത് പലപ്പോഴും അതിനാണ് മുൻഗണന എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ ജോലി നിലനിർത്തുക, അത് തീർച്ചയായിട്ടും ഞാനത് അവസാനം വരെ അങ്ങനെ ചെയ്തു. പക്ഷേ എനിക്ക് ആ റെയിൽവേയിൽ ജോലി ഉണ്ടതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. പിന്നെ ആദ്യമായിട്ട് എഴുതിയ ലേഖനമൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അത് ഇതിനെക്കുറിച്ചാണ്, ഈ ഒരു താല്പര്യത്തിൻ്റെ ഇതിൽ ദേശാഭിമാനിലാണ് എഴുതുന്നത്. 1976 76 എന്ന് പറയുമ്പോൾ 48 വർഷം മുമ്പ്. അപ്പോൾ ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ. അപ്പോൾ അത് ഈ സൂപ്പർസോണിക് പ്ലെയിൻ ബ്രിട്ടനും ഫ്രാൻസും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് അത് എൻ്റെ കഞ്ഞി പറക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. അപ്പോഴത്തേക്ക് ഇന്ത്യക്ക് മുകളിൽ കൂടി പറക്കാനായിട്ട് ഈ ഓസോൺ ലെയറിൽ ഹോളുകൾ വീഴും, അപ്പോൾ അത് ആളുകളെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇന്ദിരാഗാന്ധി അന്ന് തടഞ്ഞത്. ഓസ്ട്രേലിയ പോകുന്നതിന് വേണ്ടി ആ പ്ലെയിൻ ഇന്ത്യക്ക് മുകളിൽ കൂടി പറന്ന് പോകുന്നതിന് ഇന്ദിരാഗാന്ധി തടഞ്ഞത്. അപ്പോൾ അതൊക്കെ ഓർക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ആദ്യം അതായിരുന്നു തുടക്കം, ഒരു തരം സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നുള്ളതിലേക്ക് അവിടെ നിന്ന് തുടങ്ങി വരുന്നിട്ട് പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ പിന്നെ നമ്മുടെ സ്വന്തം ലൈൻ ഗ്രാജുവലായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് 1982 ആയപ്പോഴത്തേക്ക് ഞാൻ ചെറിയ റിപ്പോർട്ടുകളൊക്കെ എസ് ജയചന്ദ്രൻ നായർ, കലാകൗമുദിയുടെ അന്നത്തെ എഡിറ്റർ. അപ്പോൾ അന്ന് പറയുമ്പോൾ 82 എന്ന് പറയുമ്പോൾ കലാകൗമുദിയുടെ പുഷ്കലകാലം. കലാകൗമുദി സാംസ്കാരിക അന്നത്തെ മാധ്യമരംഗത്തെ ഏറ്റവും ലീഡിങ് വീക്കിലി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ എഡിറ്ററാണ് ഞാനിപ്പോൾ എൻ്റെ റിപ്പോർട്ട് കണ്ടതിന് ശേഷം
എന്നോട് ചോദിക്കുന്നത് റെഗുലറായിട്ട് ലണ്ടനിൽ നിന്ന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ജയചന്ദ്രൻ സാറാണ് ആദ്യം ചോദിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങുന്നു കലാകൗമുദിയിലേക്കുള്ള എഴുത്ത്. അപ്പോൾ ആ 1982 തന്നെയാണ് ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ ഈ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ ഞാൻ ഔദ്യോഗികമായിട്ട് തന്നെ പത്രത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ കവർ ചെയ്തിട്ട് ഞാൻ അതിൽ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ അതിപ്പോൾ 42 വർഷമായി ആ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ കവർ ചെയ്ത് തുടങ്ങിയിട്ട് ഒഫീഷ്യലായിട്ട്. അപ്പോൾ എത്രയെത്ര പടം കണ്ടു, എത്രയെത്ര സംവിധായകരെ കണ്ടു, എത്രയെത്ര സംവിധായകരുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി. അതിൽ ഇപ്പോൾ എനിക്ക് മലയാളത്തിൽ നിന്ന് ഏറ്റവും അധികം ഈ അവിടെ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. അപ്പോൾ അടൂർ അവിടെ 1982 ആദ്യം ഞാൻ ലണ്ടനിൽ പോയതിന് ശേഷം അടൂർ വരുന്നത്. അപ്പോൾ അന്ന് മുതലാണ് ആ ബന്ധം തുടങ്ങുന്നത്. അപ്പോൾ അത് പിന്നെ അവിടെ മുതൽ തുടങ്ങുന്നത് വെച്ചാൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു, ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ മകളുടെ കല്യാണമാകുമ്പോൾ അവർ പങ്കെടുക്കുന്നു. പിന്നീട് ലണ്ടനിൽ വന്ന ഉടനെ എന്നെ വിളിക്കുന്നു. അങ്ങനെ ഒരു ഭയങ്കര വ്യക്തിപരമായ ബന്ധമുണ്ട്. പിന്നെ ഒപ്പം എൻ്റെ പുസ്തകം റേ മുതൽ ലണ്ടൻ ഫെസ്റ്റിവൽ വരെ, അപ്പോൾ അത് ഈ 42 വർഷത്തെ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കവറേജിൽ നിന്ന് രൂപം കൊണ്ട പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് അത് ആ പുസ്തകത്തിലും അതിൻ്റെ ആമുഖം എഴുതുന്നത് അവതാരിക എഴുതുന്നത് അടൂർ സാറാണ്. അവിടെ പ്രസ് ക്ലബ് TNT ഹാളിൽ വെച്ച് അത് പ്രകാശനം ചെയ്യുന്നതും അടൂർ സാറാണ്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 41 years 41 വർഷം ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ ഔദ്യോഗികമായിട്ട് കവർ ചെയ്തതിൽ അതിലെ ഏറ്റവും നല്ല പടങ്ങൾ അതിൽ നേരിട്ട് സംവിധായകരുമായിട്ട് ഇപ്പോൾ മീര നായർ, മറ്റേ ഇറാനിയൻ സംവിധായകൻ മക്മൽ ബാഫ്, അങ്ങനെ നിരവധി സംവിധായകർ, ആനന്ദ് പത്വർത്തൻ തുടങ്ങി നിരവധി പേരുമായിട്ടുള്ള ഇൻ്റർവ്യൂ, ദീപ മേത്ത, അങ്ങനെ തുടങ്ങി കുറേ പേരുമായിട്ടുള്ള ഇൻ്റർവ്യൂ. പിന്നീട് ചലച്ചിത്ര പഠനങ്ങൾ, അതോടൊപ്പം തന്നെ ചില പ്രത്യേക സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ചില ഡോക്യുമെൻ്ററി സംഭവങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്യുമെൻ്ററി മാത്രമല്ല, TV സംഭവം. ഇപ്പോൾ ബീഹാറിലെ ജയിലിലെ ഒരു സംഭവം ഉണ്ടല്ലോ, മറ്റേ ആ ഡൽഹിയിലെ ആ പെൺകുട്ടി എന്താണ് നിർഭയ കേസിലെ പ്രതിയുമായിട്ട് ബ്രിട്ടീഷ് TV-യിൽ ഒരാൾ വന്ന് ഇൻ്റർവ്യൂ നടത്തുകയാണ്. അത് ഇന്ത്യൻ ജയിലിനകത്ത് വെച്ച് ഇൻ്റർവ്യൂ നടത്തിയിട്ട് അത് BBC ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സംഗതി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഉള്ളത് ഇന്ത്യൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ഈ മലയാള പടങ്ങളും മറ്റും മാറ്റി നിർത്തിയിട്ടുള്ള ഇതാണ് പറയുന്നത്. ഐശ്വര്യ റായ് അഭിനയിച്ച ഒരു പടമാണ്. അപ്പോൾ അതിപ്പോൾ യൂട്യൂബിൽ ആ പടം കിട്ടും. ആ പടം അതിനെക്കുറിച്ചൊരു സംഗതിയുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതൊരു സംഭവം, ഒരു ഇന്ത്യക്കാരി കിരൺജിത്ത് അഹ്ലുവാലിയ, ഈ കിരൺജിത്ത് അഹ്ലുവാലിയ എന്ന സ്ത്രീ ലണ്ടനിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവരികയും ഈ ഭർത്താവിൻ്റെ നിരന്തരമായിട്ടുള്ള പീഡനം, അത് വിവാഹത്തിൻ്റെ 3-ാം ദിവസം തുടങ്ങുന്ന പീഡനമാണ്. അപ്പോൾ അത് ഇവർ സഹിച്ചിങ്ങനെ വർഷങ്ങളോളം 10 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഒരു ദിവസം പറയുകയാണ്, നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോവുകയാണ്, ഞാൻ മറ്റൊരു സ്ത്രീ എൻ്റെ കൂടെ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു ഇംഗ്ലീഷുകാരിയുടെ കൂടെ താമസിക്കാൻ പോവുകയാണ് എന്ന് കിരൺജിത്തിൻ്റെ ഭർത്താവ് അവരോട് പറയുകയാണ്. ഈ സമയത്ത് അവരുടെ സർവ്വ ക്ഷമയും നശിച്ച് നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ഇയാളുടെ നേരെ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ നേരത്തെ പെട്രോൾ വാങ്ങി വെച്ചിരുന്നു. ഇവർ ഈ പെട്രോൾ എടുത്ത് മുകളിൽ കൊണ്ടുപോയി ഒരു ദിവസം അന്നത്തെ ദിവസം ഇത് പറഞ്ഞിട്ട് ഇയാൾ കിടന്നങ്ങ് ഉറങ്ങി. അയാളിതൊക്കെ ഇങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ നടത്തിയിട്ട് ഇവരെ അടിക്കും, അന്ന് മർദ്ദിക്കും, ശരിക്കും മർദ്ദിച്ചിട്ട് അയാൾ കിടന്ന് അങ്ങ് ഉറങ്ങുകയും ചെയ്യും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇയാൾ ഇതിന് മാപ്പും പറയും.
അപ്പോൾ അന്നത്തെ ദിവസം ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ താഴെ വന്നിട്ട് ഇവർക്ക് ഇനി ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല, കാരണം ഇതിപ്പോൾ ഇംഗ്ലീഷുകാരുടെ അടുത്ത് പോയി താമസിക്കുന്നതുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ക്ഷമയെല്ലാം നശിച്ച് അവർ നേരത്തെ മേടിച്ച് വെച്ചിരുന്ന പെട്രോൾ കൊണ്ടുവന്ന് ബെഡിൽ തളിച്ചിട്ട് തീ കൊളുത്തിട്ട് അവരവിടെ ഇരുന്നു. മുകളിൽ തീ കത്തുന്നു, അവർ വീട്ടിൽ താഴെ ഇരിക്കുകയാണ്. പോലീസ് വന്നപ്പോഴത്തേക്ക് അങ്ങനെയാണ് കാണുന്നത് അവരെ. അപ്പോൾ എന്നിട്ട് ഇവരെ കോർട്ടിൽ കേസ് വന്നപ്പോഴത്തേക്ക് ഇവർ ലോയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഇംഗ്ലീഷ് നല്ലോണം അറിയില്ല. അപ്പോൾ ചോദിച്ചു, ആർ യു പ്ലീഡിങ് ഗിൽറ്റി എന്നൊരു ചോദ്യം ചോദിക്കുമല്ലോ. അപ്പോൾ കുറ്റം സമ്മതിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സമ്മതിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കാര്യം ശരിക്കും മനസ്സിലാക്കാതെ പറഞ്ഞാണ്. അപ്പോൾ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊലക്കുറ്റമാണ് ചാർജ്. ചാർജ് എന്ന് പറയുമ്പോൾ മാക്സിമം ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. ഇത് അവിടുത്തെ ഈ സ്ത്രീകളുടെ സംഘടന, സൗത്താൾ ബ്ലാക്ക് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സംഘടന മനസ്സിലാക്കുകയും അവർ ഇടപെടുകയും ചെയ്തു. അവർ ഇടപെട്ടിട്ട് ഈ കേസ് കംപ്ലീറ്റ് അങ്ങ് മാറ്റി ബ്രിട്ടനിലെ ഈ നിയമചരിത്രം, അതിൻ്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു. കാരണം ഒരു ഭർത്താവ്, ഇപ്പോൾ ഒരാൾ മറ്റേ ആളിനെ അടിക്കുകയാണെങ്കിൽ ആ അടി കൊണ്ടയാൾ തിരിച്ചറിഞ്ഞു കൊടുത്താൽ അത് അംഗീകരിക്കും. അതായത് 1-2 മണിക്കൂറിനകത്തൊക്കെ ആണെങ്കിൽ അംഗീകരിക്കും. കാരണം ഓക്കെയാണ്, അയാൾ ദേഷ്യം കൊണ്ട് തിരിച്ചടിച്ചു. പക്ഷേ ആ ആൾ പോയിട്ട് പിറ്റേ ദിവസം വന്ന് അടിക്കുക, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിരിക്കുമ്പോൾ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവർ 10 വർഷം മുമ്പ് 10 വർഷമായിട്ട് നടക്കുന്ന പീഡനത്തിൻ്റെ പേരിൽ ഒരു ദിവസം ഇങ്ങനെ പെട്രോളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് അവരെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇപ്പോൾ സൗത്താൾ ബ്ലാക്ക് സിസ്റ്റേഴ്സ് വാദിച്ചത്, ഈ മുഖ്യമായിട്ട് ഇന്ത്യക്കാരുടെ സംഘടന വാദിച്ചത് അങ്ങനെയല്ല, ഈ 10 വർഷത്തെ പീഡനം തന്നെയാണ്. അത് പ്രൊവോക്കേഷൻ്റെ നിയമത്തെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ പ്രകോപനത്തിൻ്റെ നിയമം. അപ്പോഴത്തേക്ക് ഈ സിനിമയുടെ പേരും പ്രൊവോക്കേഷൻ എന്നാണ്. അപ്പോൾ ഈ പ്രൊവോക്കേഷൻ ആയിട്ട് കോടതി ആദ്യമായിട്ട് വിധി വരികയാണ്. അതായത് 10 വർഷത്തെ പീഡനമായി പ്രൊവോക്കേഷൻ ആവാം എന്ന് കോടതി അംഗീകരിക്കുകയാണ്. അങ്ങനെ അവർ സ്വതന്ത്രയാകുന്നു. പക്ഷേ അത് പറ്റിയത് അതോടുകൂടി വേറെ ഇംഗ്ലീഷുകാർ സ്ത്രീകൾ ഇതേ സിറ്റുവേഷനിൽ ജയിലിനകത്ത് അകപ്പെട്ടിരുന്നവർ സ്വതന്ത്രയാവുകയാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു എന്നെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ, കലാകൗമുദി വാരികയ്ക്ക് വേണ്ടി ഞാൻ ഇവരെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയൊക്കെ ഞാനും എഴുതിയിട്ടുള്ളതാണ് പലപ്പോഴും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരിതിൻ്റെ ഒരു പാർട്ടിക്ക് എന്നെ കൂടി സ്വതന്ത്രമായപ്പോഴത്തേക്ക് ഇതിൻ്റെ പാർട്ടി ഈ സൗത്താൾ ബ്ലാക്ക് സിസ്റ്റേഴ്സ് നടത്തിയപ്പോൾ എന്നെ കൂടി ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എനിക്ക് അവരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പ്രത്യേകിച്ച് ഒരു കൊലപാതകം ആണല്ലോ നടന്നത്. അപ്പോൾ ആ മറു സൈഡിൽ അവരെ തീർച്ചയായിട്ടും ഈ തിരിച്ചടിക്കാനുള്ള ഒരു അഭിവാഞ്ച അവർക്ക് ആ ഗ്രൂപ്പിന് കാണാൻ സാധ്യതയുണ്ട്, ഭർത്താവിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇവർ വളരെ സൂക്ഷിച്ചാണ്. അപ്പോൾ ഇവർ പിന്നെ അറേഞ്ച് ചെയ്യുകയാണ് എനിക്ക് അവരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്. അങ്ങനെ ആ ഇൻ്റർവ്യൂ അന്ന് കലാകൗമുദിയിൽ വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ ഉണ്ട്, പ്ലസ് ഈ പടത്തെക്കുറിച്ചുള്ള റിവ്യൂവും. അതാണ് മറ്റൊരു ഇന്ത്യൻ ആയിട്ട് കണക്ട് ചെയ്യാവുന്ന അനുഭവം. ഇവിടുത്തെ ഈ മീഡിയയുടെ തീരുമാനം, ഇപ്പം ആളുകൾ എന്താണ് വായിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നതിനെപ്പറ്റി മീഡിയ അവർക്കൊരു ധാരണയുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് ഇതൊന്നും അവർ വായിക്കില്ല, അതൊന്നും അവർ വായിക്കുന്നില്ല എന്ന് എഡിറ്റർ തീരുമാനിക്കുകയാണ്. പക്ഷേ അതിൻ്റെ എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല. ഇപ്പോൾ ഞാനൊരു എഡിറ്ററോട് സംസാരിക്കുകയാണ്, എൻ്റെ അനുഭവം പറയുകയാണ്. ഈ ഒരു ലോകപ്രസിദ്ധനായിട്ടുള്ള ബ്രിട്ടനിൽ ഒരു നാടകകൃത്ത്, അയാൾക്ക് പിൻഡർക്ക് നാടകത്തിനുള്ള അവാർഡ് കിട്ടുകയാണ്. അങ്ങനെ ഞാനിത് ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത്, ഇതൊക്കെ സൂക്ഷിച്ച് വായിക്കുന്ന സുഹൃത്ത് പറയുന്നത്, കഴിഞ്ഞ ഒരു 20 വർഷത്തിന് അകത്ത് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു നോബൽ പ്രൈസ് ഒരു പ്രസംഗം കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം അതിഗംഭീരമായ പ്രസംഗം ഈ പിൻഡർ നടത്തുകയാണ്. അപ്പോൾ അന്നാണ് ഇറാഖ് യുദ്ധം നടക്കുന്നത്. ഇറാഖ് യുദ്ധത്തിനെതിരെ, അമേരിക്കയ്ക്കെതിരെ ബ്രിട്ടൻ്റെ നടപടി, ഇപ്പോൾ ഇറാഖിൽ പോയി അറ്റാക്ക് ചെയ്തതിന് ബ്രിട്ടന് എതിരെ ഒക്കെ ഇയാൾ അതിശക്തമായിട്ട് ഈ പ്രസംഗത്തിൽ, ആ സമയത്ത് ഇയാൾ ക്യാൻസറാണ്. ഇപ്പം ക്യാൻസർ തടയുന്ന ഒരു പേഷ്യൻ്റ് ഈ ശരീരം ഇങ്ങനെ ഇത് വെച്ച് ബ്ലാങ്കറ്റൊക്കെ വെച്ച് മൂടിയിട്ട് വന്നിരുന്നാണ് ക്യാമറയായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ലണ്ടനിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് അയക്കുകയാണ്.
അപ്പോൾ ഇവരെയൊക്കെ കവിതകളും മറ്റും കോട്ട് ചെയ്ത് ഇതിങ്ങനെ ഈ ഏകാധിപത്യ പ്രവണത, ഈ സ്വേച്ഛാധിപത്യ പ്രവണത, ഈ അധിനിവേശ പ്രവണത, ഇതിനെയൊക്കെ നിശിതമായി വിമർശിക്കുന്ന ഒരു ഇതാണ് പിന്ററുടെ പ്രസംഗം. അപ്പോൾ ഞാനങ്ങനെ ആ പത്രാധിപരുടെ അടുത്ത് പറഞ്ഞ് നമുക്കിത് ഒരു വാർത്ത കൊടുക്കണം, ഇപ്പോൾ ഇതാണ് ഇതിന് ഞാൻ ഒരു ഇതിൻ്റെ ഒരു പത്രത്തിലേക്ക് ഒരു സംഗതി വേണമെന്ന് പറഞ്ഞ് അത് നമുക്ക് വീക്കിലി കൊടുക്കാം, വീക്കിലി ആകുമ്പോഴത്തേക്ക് വായിക്കാൻ അല്ല ഞാൻ പറഞ്ഞു അതല്ല പത്രത്തിലും വേണം. അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ പിന്നെ ഈ നിർബന്ധമായപ്പോഴത്തേക്ക് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു 3 പാരഗ്രാഫ് കൊടുക്കാമെന്ന്. അപ്പോൾ 3 പാരഗ്രാഫേ ആൾ വായിക്കൂ എന്ന് പത്രാധിപർ തീരുമാനിക്കേണ്ടത്. അത് ലോകത്തിൽ ഇപ്പോഴും ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന നോബൽ പ്രൈസിനെ പറ്റിയുള്ള വാർത്ത, അതിൽ ഇത്രയും ഗംഭീരമായ ഒരു പ്രസംഗത്തെ പറ്റിയുള്ള ഒരു പത്രാധിപരുടെ അഭിപ്രായമാണ്. എന്നിട്ട് എന്ത് പറ്റുകയെന്ന് വെച്ചാൽ പിന്നെ അടുത്തത് ഇതിൻ്റെ ടോട്ടലായിട്ട് ഇത് ഈ കലാകൗമുദി വാരികയിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു 1.5-2 പേജിൽ ഞാൻ എഴുതി ഈ പ്രസംഗത്തെക്കുറിച്ച്. പക്ഷേ മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം ആ പ്രസംഗം തൊട്ടടുത്ത ആഴ്ചയിൽ ആ പ്രസംഗം മൊത്തം ആദ്യം മുതൽ അവസാനം വരെ അവർ പബ്ലിഷ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ പത്രം, മറ്റൊരു പത്രം, ഏറ്റവും പ്രചാരമുള്ള പത്രം, അവരും ഇത് 2 ഈ ടോട്ടൽ പ്രസംഗം പബ്ലിഷ് ചെയ്ത്. തീർച്ചയായിട്ടും നമ്മളെ ഈ 2 റിപ്പോർട്ട് കലാകൗമുദിയിലും കേരളകൗമുദിയിലും വന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത് 2 നടന്നത്. അപ്പോൾ അപ്പോൾ എന്തുകൊണ്ട് വായിച്ചില്ല? അപ്പോൾ ഈ പത്രങ്ങളെല്ലാം ഈ ടോട്ടൽ പ്രസംഗം, ഈ 3 മണിക്കൂറത്തെ പ്രസംഗം ഒരു പ്രിൻ്റ് ചെയ്ത് വിട്ടാണ്. അന്ന് വായിക്കാൻ ആളുണ്ടായിരുന്നില്ല ഈ പത്രങ്ങൾക്ക്, എല്ലാവർക്കും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. അതാണ് ഈ പത്രാധിപർ ഒറിജിനലായിട്ട് പറഞ്ഞത്, ഇത് വായിക്കാനൊന്നും ആളില്ല എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ പത്രാധിപന്മാരും ഉണ്ട്. പിന്നെ പല നമുക്കറിയാമല്ലോ ഒരു പത്രത്തിന് എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മിക്ക മീഡിയകളും വലിയ വലിയ കമ്പനികളാണ് നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഈ വലിയ കമ്പനികളാകുമ്പോഴത്തേക്ക് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് പലപ്പോഴും ഈ വാർത്ത ഒരേ വാർത്ത 10-12 രീതിക്ക് ആവുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതിൽ വേറെ ഒരു ഇൻ്റർനാഷണലായിട്ട് ഒരു പിൽജർ പറഞ്ഞൊരു അനുഭവമുണ്ട്. ജോൺ പിൽജറിനെ പറ്റി ഇപ്പോൾ അതിപ്രഗത്ഭനായ ബ്രിട്ടനിൽ ജോൺ പിൽജർ എന്ന് വെച്ചാൽ ജേർണലിസ്റ്റ് ഓഫ് ദി ഇയർ എന്നുള്ള ബ്രിട്ടനിലെ ഏറ്റവും വലിയ ജേർണലിസ്റ്റ് കൊടുക്കുന്ന അവാർഡ് 2 പ്രാവശ്യം കിട്ടിയ അപൂർവം, എനിക്ക് തോന്നുന്നു 2 പേർക്കോ മറ്റോ കിട്ടിയിട്ടേ ഉള്ളൂ. അങ്ങനെ 2 പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. അതിൽ ഒരാളാണ് ജോൺ പിൽജർ. പിന്നെ ജോൺ പിൽജറുടെ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് ദ ഡോക്യുമെൻ്ററീസ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് എന്ന്, ലോകത്തെ മാറ്റിയ ഡോക്യുമെൻ്ററികൾ എന്നാണ്. ഒരാളിൻ്റെ ഡോക്യുമെൻ്ററിയെ പറ്റി ഉള്ള കമ്പനി കൊടുക്കുന്ന പരസ്യമാണ്. ദ ഡോക്യുമെൻ്ററീസ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് എന്ന്, അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അപ്പോൾ അതിൽ ഒരു കഥയുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ഇപ്പോൾ ജേർണലിസ്റ്റുകളെ പറ്റിയുള്ളത് ഡയറക്റ്റ് ഒന്ന് പറയാം. അമേരിക്കയിൽ നടന്ന ഒരു സംഭവം പിൽജർ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പിൽജർ, ഈ അവാർഡ് കിട്ടിയ ജേർണലിസ്റ്റ് പിൽജർ പറയുന്നുണ്ട്. അതായത് അമേരിക്കയിൽ ഈ ജേർണലിസ്റ്റുകളെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പത്രങ്ങൾ തമ്മിൽ അമേരിക്കയിലെയും റഷ്യയിലെയും അപ്പം സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് തൊട്ട് മുമ്പാണ് ജേർണലിസ്റ്റുകളെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ വാഷിങ്ടൺ പോസ്റ്റിലെ ആളുകൾ പ്രവൃത്തിയിൽ പോകും, പ്രവൃത്തിയിലെ ആളുകൾ വാഷിങ്ടൺ പോസ്റ്റിൽ വരും. അങ്ങനെ കുറേ ജേർണലിസ്റ്റുകൾ അമേരിക്കയിൽ വന്നു. അമേരിക്കയിൽ വന്നപ്പോഴത്തേക്ക് സ്വതന്ത്ര രാഷ്ട്രമല്ലേ, ആർക്കും എന്തും പറയാം, എല്ലാം കൊടുക്കാം എന്നുള്ളതാണ് നമ്മളടുത്ത് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റഷ്യയിൽ നിന്ന് ഇവരിവിടെ വന്നപ്പോഴത്തേക്ക് ഇവർ മനസ്സിലാക്കുക എന്താണ്, എല്ലാ പത്രവും വായിച്ചപ്പോഴത്തേക്ക് എല്ലാം ഐഡൻറ്റിക്കൽ ഹെഡ്ലൈനും ഐഡൻറ്റിക്കൽ സ്റ്റോറീസും, ഒരേപോലത്തെ സ്റ്റോറി, ഏത് പത്രമായാലും ഒരേപോലത്തെ സ്റ്റോറി. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഓരോ പത്രങ്ങളും എഴുതുമ്പോൾ ഒരേപോലത്തെ സ്റ്റോറി എങ്ങനെ വരുന്നു എന്ന് ഇതെങ്ങനെ നിങ്ങൾ സാധിക്കുന്നതാണ് ഈ റഷ്യയിൽ നിന്ന് വന്ന ജേർണലിസ്റ്റുകൾക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ ഗവൺമെൻറ് ലൈൻ പിടിച്ച് എഴുതിക്കണം എന്ന് വെച്ചാൽ അവിടെ സോവിയറ്റ് യൂണിയൻ അവരുടെ നിയന്ത്രണത്തിൽ അത് ശ്രമിച്ചത് അവർ പറയും. നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ ഈ ആളുകളുടെ നഖം പിഴുതെടുത്തും മറ്റുമൊക്കെയാണ് ഇത് സംഗതി ഇതേപോലെ ആക്കി എടുക്കുന്നത്. നിങ്ങൾ ഇതെങ്ങനെ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന രാജ്യത്തെ പത്രപ്രവർത്തനത്തെ അത് യഥാർത്ഥം എന്താണ് നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഭയങ്കര എക്സാമ്പിളാണ് ജോൺ പിൽജർ അതിൽ കൂടെ കൊണ്ടുവന്നത്.
പിന്നെ ഇവിടെ കേരളത്തിലെ ഒരു പത്രത്തിൽ ഒരു ഓണർഷിപ്പിനെ പറ്റി ഒരു തർക്കം വന്നു. ഓണർഷിപ്പിനെ പറ്റി ചർച്ച വന്നപ്പോഴത്തേക്ക് പറഞ്ഞ അയാൾ ഈ കേസിൽപ്പെട്ട ആളാണ് ഈ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് വേറെ നമ്മുടെ രാമചന്ദ്രൻ അല്ലേ, ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ, ടെലിഗ്രാഫിൻ്റെ മലയാളി രാജഗോപാൽ, ഈ രാജഗോപാൽ പറയുന്നത് ഓക്കെ, അയാളെ പറ്റി നിങ്ങൾക്കറിയാം, മറ്റ് പത്രങ്ങളിലെ ഓണർമാരെ പറ്റി നിങ്ങൾക്ക് എന്തോ അറിയാം, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരെന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എത്ര പേരെ കുറിച്ച് അറിയാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഈ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി. പക്ഷേ അപ്പോൾ ഈ മുതലാളിമാരവിടെ ഉണ്ട്, എന്തായാലും ഈ മുതലാളിമാരുണ്ട്, അവർക്ക് താല്പര്യങ്ങളുണ്ട് ഈ പത്രങ്ങൾ നടത്തുന്നതിന്. അപ്പോൾ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. പക്ഷെ ഇപ്പോഴ് നല്ല രീതിക്ക് ഇപ്പം പിൽജറൊക്കെ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ടെന്നാണ്. അപ്പം പിൽജർ അങ്ങനെയുള്ള കുറേ സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇറാഖ് യുദ്ധത്തിനാണെങ്കിൽ ഇന്ന് വരെ ഈ സെക്കൻഡ് വരെ മരിച്ച ഇറാഖ് യുദ്ധ സമയത്ത്, ഇറാഖ് ആക്രമണ സമയത്ത് ഇത്ര പേരാണ് മരിച്ചതെന്നും പറഞ്ഞിട്ട് ഉള്ള ഒരു സൈറ്റ് ഇങ്ങനെ പറയുമായിരുന്നു. ഇത്ര ലക്ഷം, ഇത്ര ആയിരം ആളുകൾ ഇന്ന് വരെ മരിച്ചു. അതിങ്ങനെ നമ്പർ നമ്മൾ നോയിക്കൊണ്ടിരിക്കുമ്പോൾ കയറി പോവും ഈ മരിച്ചവരുടെ എണ്ണം. അപ്പോൾ അതെല്ലാം കൂടെ കൊടുത്തിട്ട് ലേഖനങ്ങളും എല്ലാം. അപ്പോൾ ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ എഴുതുന്നതാണ്. ബ്രിട്ടനിൽ അങ്ങനെയുള്ള ഇപ്പോൾ മീഡിയ ലെൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണെങ്കിൽ ഈ പത്രങ്ങളിൽ വരുന്ന സകല ലേഖനങ്ങളും അത് അതിനിശ്ചിതമായിട്ട് വിമർശിക്കുകയും ഏത് അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ വാർത്ത കൊടുക്കുന്നത്, ഇവർ ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ രീതിക്ക് വാർത്ത കൊടുക്കുന്നത്, ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇവർ വളരെ കൃത്യമായിട്ട് ഉള്ള അനാലിസിസ് നടക്കും മീഡിയ ലെൻസ്. അതിനാണ് ഗാന്ധി പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഗാന്ധി പ്രൈസ് ജോൺ പിൽജറൊക്കെ പറയുന്നത് അവിടുത്തെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡെന്നാണ്. അപ്പോൾ അത് ഈ മീഡിയ ലെൻസിനാണ് കിട്ടിയിട്ടുള്ളത് ഒരു വർഷം. അപ്പോൾ അതിലാണിത് ഇത് ഇങ്ങനെ അതിൻ്റെ പ്രവർത്തന രീതി വേറൊരു ലെവലിലുള്ളതാണ് നടക്കുന്നത്. ഇങ്ങനെ പാരലായിട്ട് ഇതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതി. പിന്നെ അതുപോലെ ലോകത്തുള്ള കുറേ മീഡിയയുടെ പിൽജർ തന്നെ റെക്കമെൻഡ് ചെയ്യും, നമുക്ക് എന്നെ നോക്കുമ്പോൾ അറിയാം. ആ സമയത്ത് യൂസ്ലെസ് ആയിട്ടുള്ള ഇപ്പോൾ വാളെടുത്തവൻ എന്താണ്, വാളെടുത്തവരെല്ലാം ഒളിച്ചപ്പെടാവുന്നതെന്ന് പറയുന്നത് പോലെ അതുപോലൊരു സംഭവമായിട്ടാണ്. കാരണം ഇതിപ്പോൾ ആർക്കും, ഇപ്പോൾ ബ്രിട്ടനിലെ ഒരു എക്സാമ്പിളിന് ബ്രിട്ടനിലെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നിന്നിട്ട് ഈ യൂട്യൂബ് ക്യാമറ ഉണ്ട്. ഇപ്പോൾ ഒരു ക്യാമറ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ആർക്കും ഒരു ക്യാമറ എടുത്ത് വെച്ചിട്ട് അങ്ങ് ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇടാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അപ്പോഴും പത്രത്തിലില്ലെങ്കിൽ ടി വിയിൽ അയാൾക്ക് ഒരു നേരെ മുകളിൽ ഒരു ഹെഡ് ഉണ്ടാവും, അയാൾക്ക് വേറൊരു ഹെഡ് ഉണ്ടാവും, പിന്നെ ഏറ്റവും ടോപ്പിലൊരു എഡിറ്റർ ഉണ്ടാവും, പിന്നെ തീർച്ചയായിട്ടും ഉടമസ്ഥനുണ്ടാവും. ഇവരുടെ എല്ലാം ഓരോരുത്തരോട് ഉത്തരം പറയണം ഈ വാർത്തയ്ക്ക്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിശ്ചിതമായ പഠനങ്ങളിലൂടെ കടന്നു വന്നവരും കൂടിയാണ് ഈ ജേർണലിസ്റ്റുകൾ, പത്രങ്ങളിൽ പ്രവർത്തിക്കുന്നവർ. പക്ഷേ ഇതൊന്നും വേണ്ട, ആർക്കും കയറി എന്തും പറയാം. പക്ഷേ അത് ഒരു കണക്കിന് നല്ലതാണ്. പക്ഷേ അവർ നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇത് പലപ്പോഴും നടക്കുന്നത് വഴിതെറ്റിക്കുന്ന രീതിക്ക് നടക്കേണ്ട. പക്ഷേ ഇതിപ്പോൾ നെല്ലും പതിരും തിരിച്ചറിയത്തക്ക വിധത്തിൽ ആളുകൾ വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക, കാണാനുള്ള നല്ല മീഡിയ നമ്മൾ സെലക്ട് ചെയ്യുക. അവിടെ ഉണ്ട്, സംഗതികളുണ്ട്, പക്ഷേ സെലക്ഷൻ കറക്റ്റായിരിക്കണമെന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായിട്ടും നമുക്ക് അവിടെ മീഡിയ ഉണ്ട്, അതിൽ ഈ മുതലാളിമാരുടെ ഒരു സ്വാധീനവും ഇല്ലാത്ത മീഡിയ ഉണ്ട്. തൽക്കാലം ഇത് വർക്ക് ചെയ്യുന്നു. എത്ര നാളിത് പോകുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഇപ്പം ഫേസ്ബുക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന സംഗതികൾ എത്ര പ്രാധാന്യത്തോട് കൊടുക്കണം, എത്ര ആളുകളെടുത്ത് പോകണം എന്നുള്ളത് ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് എത്രത്തോളം ഇവർ അങ്ങോട്ട് മുമ്പോട്ട് പോകും, അത് എത്രത്തോളം മുമ്പോട്ട് ഇതിനെ വിടും എന്നുള്ളത് അറിയില്ല ഈ സോഷ്യൽ മീഡിയയുടേത്. അപ്പോൾ അത് നമുക്ക് അതിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയും കംപ്ലീറ്റ് പിടിച്ച് നിർത്താനും പറ്റത്തില്ല അവർക്ക്. അപ്പോൾ ഇതവിടെ ഉണ്ടായിരിക്കും, പക്ഷേ ഇങ്ങനെ കുറച്ചൊക്കെ ഈ ബഹളങ്ങളുടെ ഇടയിൽ അടിഞ്ഞു പോകുമായിരിക്കും. പക്ഷേ നമ്മൾ സെലക്ഷൻ നടത്തിയാൽ നല്ല കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ചികഞ്ഞെടുക്കാൻ തീർച്ചയായിട്ടും പറ്റും എന്ന് തന്നെയാണ് എൻ്റെ. മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ ലണ്ടനിൽ ഇപ്പോൾ എല്ലായിടത്തും ഒരു സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. പക്ഷേ അതിൽ പല രീതിക്കാണ്. ഇപ്പോൾ പണ്ടത്തെ രീതി, ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞങ്ങളൊക്കെ ചെന്ന 1970s രീതികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു സംഘടന രൂപീകരിക്കുന്നു.
അത് സാംസ്കാരിക സംഘടനയായിരിക്കും. അപ്പോൾ അതേസമയത്ത് ഇപ്പോൾ തമിഴാളിലാണ് കൂടുന്നതെങ്കിൽ അവർ പലപ്പോഴും ആദ്യം അവർ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ രൂപീകരിക്കാൻ തുടങ്ങുന്നത് ഒരു ക്ഷേത്രമായിരിക്കും. സോറി, ഒരു ക്ഷേത്രം, അതെ, ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ അവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുരുകൻ ടെമ്പിൾ, അപ്പോൾ 1973 ആ ഒരു പീരീഡാണ്, 73-75 ഉള്ള ആ പീരീഡാണ്. അപ്പോൾ അവരാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. അത് മലയാളികൾക്ക് എപ്പോഴും ഈ സാംസ്കാരികമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കണമെന്നാണ്. അങ്ങനെയാണ് മലയാളി അസോസിയേഷൻ ഓഫ് ദി UK ഒരു എക്സാമ്പിൾ. അതുപോലെ KCWA എന്ന് പറയുന്ന സംഘടനയുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടുപിറകെ വരുന്ന, തൊട്ടുപിറകിൽ ഏതാണ്ട് അതേ പീരീഡിൽ തന്നെ വരുന്നതാണ് ശ്രീനാരായണ ഗുരു മിഷൻ ഓഫ് ദി UK. അപ്പോൾ ശ്രീനാരായണ ഗുരു മിഷൻ ഓഫ് ദി UK എന്ന് പറയുന്ന ഒരു സെക്യുലർ സംഘടനയാണ്. അപ്പോൾ അതിൽ ആർക്കും ജാതിമത ഭേദമന്യെയൊക്കെ പ്രവർത്തിക്കാനും അതൊരു സെക്യുലർ സംഘടനയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ആ രീതിക്കുള്ള സംഘടനകളുണ്ട്. പിന്നെ മലയാളി അസോസിയേഷൻ ഓഫ് ദി UKയുടെ കീഴിൽ തന്നെയാണ് കട്ടൻകാപ്പിയും കവിതയും എന്നും പറഞ്ഞിട്ട് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് നല്ല സിനിമകൾ കണ്ടിട്ട് സംവിധായകരെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ തന്നെ ബെന്യാമിൻ അവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ മലയാള പുസ്തകങ്ങൾ അവിടെ UKയിൽ മലയാളികൾ എഴുതിയ പുസ്തകങ്ങൾ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരുന്നു. അതിൽ ഡിസ്പ്ലേക്ക് വെച്ചു, ആളുകൾ വന്ന് എടുത്ത് വായിച്ചു നോക്കി വാങ്ങാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു. എൻ്റെ പുസ്തകവും അതിലുണ്ടായിരുന്നു, റേ മുതൽ ലണ്ടൻ ഫെസ്റ്റിവൽ വരെ എന്നുള്ള അതിലെനിക്ക് അഭിമാനവും കൂടിയുണ്ട്. കാരണം ഈ കട്ടൻകാപ്പിയും കവിതയും എന്നുള്ള ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ വളരെ പ്രധാനപ്പെട്ട പല പരിപാടികൾക്കും പിന്നിലുണ്ടായിരുന്നതിൽ ഒരാൾ ഞാനും കൂടിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പ്രിയനാണ്, പിന്നെ ഒരു മുരളിയുണ്ട്. അങ്ങനെ ഈ സംഘടന, ഈ മലയാളി അസോസിയേഷൻ എന്നുള്ള സംഘടന ഇത്തരം കാര്യങ്ങൾക്ക് നല്ല പ്രോത്സാഹനം നടക്കുന്നത്. ഞാൻ ഒരു സംഘടനയുടെ കാര്യവും ഞാൻ പ്രവർത്തിക്കുന്ന ഏരിയയിൽ സംഘടനയുടെ കാര്യവുമാണ് പറഞ്ഞത്. പിന്നെ ക്രോഡനിലാണെങ്കിൽ ഈ കേരള KCWA എന്നുള്ള സംഘടനയുണ്ട്. ഇപ്പോൾ പിന്നെ KCWA ട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ യുക്മ എന്ന് പറഞ്ഞിട്ട് ദേശീയ വ്യാപകമായിട്ട് ഓരോ സംഘടനകളും കൂടി ചേർന്ന, ഇപ്പോൾ ലണ്ടനിലേക്ക് വന്ന മലയാളികൾ സിംഗപ്പൂരിൽ നിന്ന് വന്ന ആദ്യത്തെ ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് സിംഗപ്പൂരിൽ നിന്ന് വന്ന മലയാളികൾ. അപ്പോൾ അവരവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ, അവർ ബ്രിട്ടൻ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ പുരുഷന്മാരുടെ ഷോർട്ടേജ് ഇവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ജോലി ചെയ്യുന്നതിനുള്ള ആളുകളുടെ കുറവ് നികത്താനായിട്ടാണ് ഈ ബ്രിട്ടൻ അവരുടെ മുൻ കോളനിയെ ഡിപ്പെൻഡ് ചെയ്തത് ആളുകളെ കൊണ്ടുവരും. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ ശരിക്കും ആളുകളെ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് എൻ്റെ അറിവിൽ ഒരു മലയാളിയും അങ്ങനെ വന്നിട്ടില്ല. കാരണം അന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ വെച്ച് ആ ബോർഡർ അങ്ങ് തീരും. അപ്പോൾ സൗത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു മലയാളികളും അവിടെ ഈ കൂട്ടത്തിൽ വരണമായിരുന്നല്ലോ. ഞാൻ ഒരു മലയാളിയും കണ്ടിട്ടില്ല അങ്ങനെ വന്ന്. അപ്പോൾ അത് അങ്ങനെ വന്ന കുറച്ച് ആളുകൾ. പിന്നീട് വന്നത് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് മലയാളി ആ കൂട്ടത്തിലില്ല, ഈ പറഞ്ഞ കൂട്ടത്തിലില്ല. അവർ പക്ഷേ സിംഗപ്പൂരിൽ നിന്ന് വന്നവരിങ്ങനെ വന്നത് ഇതാണ്. പിന്നെ ഉള്ളത് കുറേ കഴിഞ്ഞിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 25-30 വർഷത്തിനകത്തുള്ളതാണ്. അത് ഈ നഴ്സുമാരുണ്ട്, സ്റ്റുഡൻസ്, മറ്റേ ഈ ഹൈലി സ്കിൽഡ് ലേബർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ IT അതുപോലെയുള്ള മേഖലയിലുള്ള നേരത്തെ ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സ് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ വ്യാപകമായിട്ടാണ് ഇത് തുടങ്ങിയത് ഈ പറഞ്ഞ ഏരിയയിലേക്കുള്ളത്. നഴ്സുമാർ, അതുപോലെ ടീച്ചേഴ്സ്, അങ്ങനെയുള്ള ടീച്ചേഴ്സ് അത്രയും ഇല്ല, എന്നാലും നഴ്സുമാരാണ് മെയിനായിട്ട്. നഴ്സുമാർ ഇപ്പോൾ പോലും ഈ സംസാരിക്കുന്ന നിമിഷം പോലും അവിടത്തേക്ക് ആയിരക്കണക്കിന് നഴ്സസിൻ്റെ ആവശ്യമുണ്ട്. അവർ ഇവിടുത്തെ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ അവരുടെ ഫുൾ ചിലവോടുകൂടി അവർ എൻ്റെ അറിവിൽ അവർ ഫുൾ ചിലവോടുകൂടി കൊണ്ടുപോകുന്നതാണ്. ഇവിടുന്ന് പോകുന്ന ചിലവ് സഹിതം അവർ വഹിക്കുന്നതാണ്. കാരണം അവർക്ക് ആവശ്യമാണ്, അവരുടെ ആവശ്യമാണ് ഉള്ളത്. അങ്ങനെ ഒരു മറ്റൊരു മേഖലയിലുള്ള ആളുണ്ട്. പിന്നെ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു സംഗതിയുണ്ട്. അത് വേറൊരു ഭയങ്കര അപകടം പിടിച്ച ഒരു മേഖല കൂടിയാണ്. പക്ഷേ മലയാളികൾ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനൊക്കെ നല്ല മാർക്കോടുകൂടി നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചിട്ട് പോയ ആളുകൾ അവിടെ വന്നിട്ട് ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏറ്റവും ചെറിയ ഇതെന്ന് പറയുമ്പോൾ ഈ കെയർ ഹോമിൽ, അതായത് ഈ എണീക്കാൻ പോലും വയ്യാത്ത വൃദ്ധ ജനങ്ങളെ
അവരെ പരിരക്ഷിക്കുക എന്നുള്ളതാണ്. അവർക്ക് ക്ലീൻ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഒരു സാധാരണ ലെവലിൽ വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ ഇതിനാണോ പഠിച്ചതെന്ന് അയാളുടെയൊക്കെ അച്ഛനൊക്കെ അവിടെ അടുത്തുനിന്ന് കരഞ്ഞു പോകുമായിരിക്കും. അപ്പോൾ ഇവിടെ നാട്ടിൽ നിൽക്കുന്ന എത്ര പേർക്ക് അത് അറിയുമെന്നറിയില്ല. പക്ഷേ ഇത് മറ്റൊരു തരത്തിലും ബ്രിട്ടനിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇതിൽ കൂടെ കയറി വന്നാൽ പലർക്കും അവിടെ നിൽക്കാൻ പറ്റും. അങ്ങനെ പലരും അവിടെ നിൽക്കുന്നുണ്ട്. അത് മറ്റൊരു ഇതിനിടയ്ക്ക് പിന്നെ ഇവരെ കൊണ്ട് പൈസ മേടിച്ചിട്ട് അവർക്ക് വിസ കൊടുക്കാതിരിക്കുന്ന കേസുകൾ, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ വേറെ. മലയാളികളാണെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഇവിടെ വരുമല്ലോ. അത് കാൾ മാർക്സ്, അതായത് ഈ ക്യാപിറ്റലിസത്തിന് എതിരായിട്ട് ഇത്രയും ശക്തമായിട്ട് ആധികാരികമായിട്ട് എഴുതിയിട്ടുള്ള ഒരാൾ അവസാനം അന്ത്യവിശ്രമം കൊള്ളുന്നത് ബ്രിട്ടൻ്റെ മണ്ണിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭയങ്കര ഒരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ അതൊരു വലിയ സംഭവം. നമ്മളവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഇതിന് പിന്നിലുള്ള ഇപ്പോൾ ശ്രീ മുരുകൻ, അതിൻ്റെ നമ്മൾ ഒരുമിച്ച് അവിടെ പോയിട്ടുള്ളതാണ്. ശ്രീകണ്ഠൻ, ദേശാഭിമാനിലെ ശ്രീകണ്ഠനുണ്ട്, രതീഷ്, ഹിന്ദുവിലെ രതീഷ്, അങ്ങനെ നമ്മളെല്ലാ സുഹൃത്തുക്കളെല്ലാം കൂടി അവിടെ പോയിട്ടുള്ളതുമാണ് ഈ കാൾ മാർക്സിൻ്റെ. നിങ്ങളൊക്കെ അവിടെ വന്നപ്പോഴത്തേക്ക് അപ്പോൾ അത് ഞാനിപ്പോൾ ONV സാറിനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ടി കെ രാമകൃഷ്ണൻ സാറ് എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് MK സാനു ഉണ്ടായിരുന്നു. MK സാനു മാഷ കൊണ്ടുപോയി അവിടെ കാൾ മാർക്സിൻ്റെ ശവകുടീരത്തിൽ. അപ്പോൾ അന്ന് അവിടെ വെച്ച് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ONV സാറ് അവിടെ നിന്ന് അതിനെപ്പറ്റി കവിത തുളുമ്പുന്ന ഭാഷയിൽ ഇതിനെപ്പറ്റി ഇത് സംസാരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു കവിത അങ്ങോട്ട് കോട്ട് ചെയ്തിട്ടാണ് അന്ന് സംസാരിച്ചത്. അപ്പോൾ അത് ONV സാറ് എൻ്റെ അനുഭവം. പിന്നീട് ഇപ്പോൾ മുമ്പ് ഈ സോവിയറ്റ് യൂണിയനും എല്ലാം ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഈ കാൾ മാർക്സിൻ്റെ ജന്മദിനത്തിന് നമ്മളവിടെ ചെല്ലുകയാണെങ്കിൽ ആദ്യം ഈ സോവിയറ്റ് യൂണിയനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യം, ഇപ്പോൾ പോളണ്ട് ആയാലും ചെക്കോസ്ലോവേക്കിയ ആയാലും യുഗോസ്ലാവിയ ആയാലും അവരൊക്കെ വന്നിട്ട് അവരൊക്കെ ആദ്യം വരും. അത് കഴിഞ്ഞിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴ് അവർ തീർച്ചയായിട്ടും അവർ വരത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റേ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തീർച്ചയായിട്ടും വരും. അവർ ഇപ്പോൾ തന്നെ പല സ്ഥലത്തും ജർമ്മനിയിൽ തന്നെ അതിൻ്റെ മറ്റേ കാൾ മാർക്സിൻ്റെ ശില്പങ്ങൾ വയ്ക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു മറ്റുമൊക്കെ നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേറെ. പിന്നെ ബ്രിട്ടൻ്റെ രാഷ്ട്രീയത്തിൽ മാർക്സിൻ്റെ സ്വാധീനം എന്തെന്ന് നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചിന്തിക്കാവുന്നതാണ്. വലിയ സ്വാധീനമാണുള്ളതെന്ന് ഞാൻ പറയും. അപ്പോൾ അതിന് ഞാൻ ഇടയ്ക്ക് ഒന്ന് വ്യാപകമായിട്ട് കോട്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാനിവിടെ ഒരു മറ്റേ പല മീഡിയയിലും പറഞ്ഞ ഒരു സംഗതിയും കൂടിയാണ്. അതായത് ഈ പത്രങ്ങളെപ്പറ്റി ഓരോ പത്രങ്ങളും വായിക്കുന്നതും ആ വായിക്കുന്ന ആളുകളുടെ പൊളിറ്റിക്സിനെ പറ്റിയൊരു തമാശ അവിടെ ഉണ്ട്. അപ്പോൾ സൺ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ന്യൂസ് പേപ്പറാണ്. അപ്പോൾ സൺ ന്യൂസ് പേപ്പറിൽ ഉള്ള ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിലെ 3-ാമത്തെ പേജാണ്. ഈ 3-ാമത്തെ പേജിൽ ഒരു നഗ്ന സുന്ദരിയുണ്ട്. അപ്പോൾ സാധാരണ ഒരാൾ വിചാരിക്കുന്നത് ഈ 3-ാമത്തെ പേജിലുള്ള നഗ്ന സുന്ദരിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടായിരുന്നാൽ മതി, ബാക്കി ഇപ്പം ബ്രിട്ടൻ ആര് ഭരിച്ചാലും എന്ത് ഭരിച്ചില്ലെങ്കിലും നമുക്കൊരു പ്രശ്നവുമില്ലെന്ന്. പിന്നെ ഈ ശനിയാഴ്ച നടന്ന് ഫുട്ബോളിന് ആര് ഗോളടിക്കുന്നു എന്നുള്ളത്, കഴിഞ്ഞ ആഴ്ച ആര് ഗോളടിച്ചു, അതിൻ്റെ മുമ്പ് ആര് ഗോളടിച്ചു, 1996 അല്ലെങ്കിൽ 66 ആര് ഗോളടിച്ചു എന്ന് വെച്ചാൽ ഇയാൾ പറയും. പക്ഷേ 1968 ഇലക്ഷന് ആരാണ് ജയിച്ചതെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്, അതിലൊരു താല്പര്യവും കാണില്ല. ആ സമയത്ത് മറ്റേതവർ പറയും, അത് കൃത്യമായിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ള അതൊരു വിഭാഗം. പിന്നെ മറ്റൊരു വിഭാഗമുണ്ട്, അത് അവരാണ് യഥാർത്ഥ പൊളിറ്റിക്സിലുള്ളവർ. ഇപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് പ്രശ്നമായാലും അവർക്കതിൽ പൊളിറ്റിക്കൽ സ്റ്റാൻഡുണ്ട്. ഒരു സോഷ്യലിസ്റ്റ്, ഒരു പ്രോഗ്രസീവ് ലെഫ്റ്റ് ഒരു സംഗതിയുണ്ട്. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ ലണ്ടനിൽ പാർലമെൻറ്റിന് മുന്നിലൂടെ, ട്രഫാൾഗർ സ്ക്വയറിലൂടെ, ഹയറ്റ് പാർക്കിലൂടെ ലക്ഷോപലക്ഷം ആളുകളാണ് ആ പ്രതിഷേധ പ്രകടനങ്ങളിൽ. ഇപ്പോൾ നാഷണൽ ഹെൽത്ത് സർവീസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ പറ്റി ആയാലും,
നാഷണൽ ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വലിയ ഇഷ്യൂ ആണ് അവിടെ ബ്രിട്ടനിൽ. അപ്പം അതിനെപ്പറ്റി അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ പറ്റി ആയാലും വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കൂട്ടുന്നതിനെ പറ്റി ആയാലും അവിടുത്തെ ചെലവ് ചുരുക്കലിന് എതിരായിട്ടുള്ളതായാലും ഈ കാര്യങ്ങൾക്കെല്ലാം ഇത് കൂടുതൽ ഇത് ജനപക്ഷ രീതിക്കുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു വലിയ പക്ഷം ജനങ്ങളുണ്ട്. പിന്നെ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ ഇടപെടുന്നതിന് എതിരായിട്ട് ആണെങ്കിൽ ഇപ്പോൾ ബ്രിട്ടൻ ഇറാഖിനെതിരെ യുദ്ധത്തിന് പോയാൽ ഇപ്പോഴ് നടക്കുന്ന യുക്രൈൻ്റെ വാറിൽ, ഇപ്പോൾ യുക്രൈൻ്റെ യുദ്ധത്തിൽ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് മുമ്പറിയാം ക്യൂബയിൽ മിസൈൽ ക്രൈസിസ്. അപ്പോൾ ക്യൂബയിൽ ഒരു മിസൈൽ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് അമേരിക്ക മണിക്കൂറുകളാണ് കൊടുത്തത്. അത് ഇത് മാറ്റിയില്ലെങ്കിൽ അമേരിക്ക കയറി അടിക്കുമെന്നും പറഞ്ഞിട്ട്. പക്ഷെ അത് അവിടെ വെച്ച് അതിൻ്റെ ഒരു പരിസമാപ്തി അടയുകയായിരുന്നു. അതിന് ഉത്തരം കാണുകയും ആ മിസൈൽ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുകയായിരുന്നു ക്യൂബയിൽ നിന്ന്. ഇത് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, ഇപ്പോൾ യുക്രൈനിൽ നടക്കുന്നത് ഈ സോവിയറ്റ് യൂണിയൻ റഷ്യക്ക് ചുറ്റാകെ അവർ വളയുകയാണ്. അപ്പോൾ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യത്ത് എന്ന് വളയുകയാണ്. അപ്പോൾ അത് വളയുമ്പോഴത്തേക്ക് അത് അങ്ങനെയല്ല, വളഞ്ഞു കഴിഞ്ഞ് നമ്മൾ തിരിച്ചടിക്കുമെന്നുള്ള നിലയ്ക്ക് പുടിൻ പോയി അവിടുത്തെ യുക്രൈനിലെ പാവപ്പെട്ട മനുഷ്യരെ വെടിവെച്ച് ഇടുന്നതിൽ ആർക്കാണ് അനുകൂലിക്കാൻ പറ്റുന്നത്? ആർക്കും അനുകൂലിക്കാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് മിസൈൽ ക്രൈസിസിന് അമേരിക്ക എടുത്തു മാറ്റാൻ പറഞ്ഞിട്ട് ഇത് ഡെഡ് ലൈൻ കൊടുത്തിട്ട് അതിനകം മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കയറി അടിച്ച് തകർക്കുമെന്ന് പറഞ്ഞിട്ട് അന്നൊരു ഭയങ്കര ഒരു ക്ലാഷ് അവോയ്ഡ് ചെയ്തിട്ട് ക്യൂബ അതിൽ നിന്ന് എടുത്തു മാറ്റി. അതും ഇതുമായിട്ട് എന്താണ് വ്യത്യാസം? അപ്പോൾ ഒരു രാജ്യത്ത് ഇങ്ങനെ അവരുടെ വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ചുറ്റാകെ വളയുക എന്ന് പറയുന്നത് ഏത് രാജ്യം? കാരണം ഇത് ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ തന്നെ എതിർപ്പുണ്ട്. കാരണം ഇപ്പോൾ ഈ യുക്രൈനിൽ നിന്ന് ഈ അടിക്കുന്ന മിസൈൽ ഈ സോവിയറ്റ് യൂണിയൻ്റെ ഉള്ളിലേക്ക് പോകത്തക്ക മിസൈൽ അവിടെ അവർ കൊടുത്തിട്ടില്ല പല രാജ്യങ്ങളും. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വെച്ച് അടിച്ചു കൊടുക്കും, തിരിച്ച് മറ്റുള്ളതിന് പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് മറു സൈഡിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ കൊടുക്കാതെ നിയന്ത്രിച്ച് നിർത്തിയിരുന്നു. പക്ഷേ എത്രത്തോളം അത് നിലനിൽക്കും? കാരണം ഇത് ലോകത്തിൻ്റെ സമാധാനത്തെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മറ്റൊരു കാര്യം. അങ്ങനെയൊക്കെയുള്ള പല ഇഷ്യൂസ് ലോകത്തിന് ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരുതരം നേരിൽ കാണുന്നവർക്കാണ് ബ്രിട്ടനിൽ നിൽക്കുമ്പോഴത്തേക്ക് തോന്നുന്നത്. പിന്നെ ഒരുതരം അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രിട്ടനിൽ അത് കുറച്ചുണ്ട് എന്തായാലും. ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഇത്രയും സ്വതന്ത്രമായിട്ട് ബ്രിട്ടനിലെ കാര്യം പറയാൻ പറ്റുന്നത് തന്നെ അതുള്ളത് കൊണ്ടാണ്. അതിന് എനിക്ക് ബ്രിട്ടൻ്റെ നയങ്ങളോട് ശരിക്കും ഒരു ഇഷ്ടമുണ്ടെന്ന് പറയാം. എനിക്ക് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നവും വരത്തില്ല. കാരണം അവിടുത്തെ വർണ്ണവിവേചനം അതൊരു മറ്റൊരു വിഷയമാണ്. വർണ്ണവിവേചനം ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ വർണ്ണവിവേചനം ഉണ്ട്. ഈ വർണ്ണവിവേചനം മാറണം. ഇങ്ങനെയൊന്നും പറ്റില്ല. ഇങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് ജോലി ആയാലും ഇപ്പോൾ കറുത്ത വംശജരായ ഏഷ്യക്കാരും ആഫ്രിക്കൻ അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യൻ ആളുകൾക്ക് പ്രാതിനിധ്യം അവർ നല്ല ജോലികളിലൊന്നുമില്ല, ചെറിയ ജോലികളിലൊക്കെയാണ്, അപ്രധാനമായിട്ടുള്ള ജോലികളിലൊക്കെയാണ് ഒന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത തവണ അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് അവിടെ സർവേ നടത്തി ഓരോരുത്തരുടെയും ഇഷ്യൂ മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരം നടത്തുന്ന ഒരു രീതി സാവധാനമെങ്കിലും ബ്രിട്ടനിൽ നടക്കും. സാവധാനം എന്ന് വെച്ചാൽ ഇന്ത്യയായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇന്ത്യയിലെ ജാതിയുടെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ സിറ്റുവേഷൻ എത്രയോ മുന്നിലാണ്. അവർ ബഹുഘാതം മുന്നിലാണ്. അതിന് എനിക്ക് ബ്രിട്ടൻ്റെ സമീപനങ്ങളോട് ഈ റേസിസത്തിൻ്റെ പ്രശ്നങ്ങളിൽ തെറ്റായ നടപടികൾ ഞാനും തീർച്ചയായിട്ടും എതിർക്കുന്നു. പക്ഷേ ഈ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അവിടുത്തെ ഏത് നിലയിലുള്ള ജോലിയിലും ഇപ്പോൾ മറ്റ് വെള്ളക്കാരല്ലാത്ത കറുത്ത വംശജരായ ആളുകളെ കാണാം. ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. അല്ലാതെ കുറച്ച് പേര് പിടിച്ചു വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നു, ഇനിയിപ്പം ബാക്കി നിങ്ങളുടെ കാര്യമൊക്കെ പോയിട്ട് നമുക്ക് സുഖമായിട്ട് നമ്മളിരിക്കുന്നു, നമ്മൾ ഇനിയിപ്പോൾ സംവരണം അല്ല എന്തോ ആയാലും നമ്മുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറയുന്ന ആ രീതിയല്ല. ഒരു മീഡിയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് മലയാളത്തിലെ മീഡിയയിൽ നിന്ന് പലരും എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്.
അപ്പോൾ അതിൽ തുടക്കം ഏഷ്യാനെറ്റ് നിന്നായിരുന്നു, ഏഷ്യാനെറ്റ് ന്യൂസ് നിന്ന്. അത് ബ്രിട്ടനിൽ ഇത് ക്രിക്കറ്റ് നടക്കുന്ന, വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടക്കുന്ന സമയത്താണ് ഏഷ്യാനെറ്റ് എന്ന് വിളിച്ച്. അത് ഏഷ്യാനെറ്റ്, അത് നീലൻ എന്ന് പറയുന്ന എഡിറ്ററാണെന്ന് അതിൻ്റെ ആള്. പുള്ളി അപ്പോൾ കലാകൗമുദിയിൽ ഞാൻ എഴുതുന്നുണ്ട്, കലാകൗമുദി കോൺടാക്ട് ചെയ്ത് എൻ്റെ നമ്പർ എടുത്തിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ജേർണലിസ്റ്റ് ആണെങ്കിൽ ഈ ക്രിക്കറ്റും എല്ലാം കവർ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പക്ഷേ ഞാൻ പേഴ്സണലായിട്ട് ഒരു സ്പോർട്സുമായിട്ട് അത്ര ബന്ധമുള്ള ഒരാളല്ലാത്തതുകൊണ്ട് എനിക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് വായിച്ച് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയി. 1 മാസം 1.5 മാസമല്ലേ ക്രിക്കറ്റ് ആകുമ്പോഴത്തേക്ക്. ഇത് ഞാൻ ത്രൂ ഔട്ട് കവർ ചെയ്തു ഏഷ്യനിൽ. അവിടെ മുതലാണ് ഈ ടി വി മാധ്യമമായിട്ട് ഉള്ള ഒരു തുടക്കം വരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് മറ്റ് ഇപ്പോൾ എത്രയോ ടി വികൾ വന്നു. ഇപ്പോൾ അതിൽ ഞാനിപ്പോൾ വാർത്ത ചെയ്യാത്ത ചാനലുകളാണ് കുറവ്. ഇപ്പോൾ ഇലക്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായാലും എന്നെ വിളിക്കാം എന്ന് ധരിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടറിൽ നിന്ന് നികേഷ് കുമാർ, പിന്നീട് ഇത് 24 നമ്മുടെ പി ജെയിംസ്, പിന്നീട് MS ബിനേഷ് പല ചാനലിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് 18 നിന്നാണെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്ത് കിരൺ ബാബു വിളിക്കും. പിന്നീട് അത് പ്രധാനപ്പെട്ട മീഡിയയെല്ലാം ഇങ്ങനെ വിളിക്കും. പക്ഷെ അതിൻ്റെ പലപ്പോഴും പറ്റുന്നത്, ഇപ്പോൾ ഇലക്ഷൻ ഒരു ജൂലൈ 4-ാം തീയതി ആണെന്നിരിക്കട്ടെ. ജൂലൈ 4-ാം തീയതി ഒരു രാത്രി, ഇവിടുത്തെ രാവിലെയുള്ള വാർത്തയാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ ആ വാർത്തയ്ക്ക് അവർ ടാർഗറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് അവിടുത്തെ ഇലക്ഷൻ്റെ റിസൾട്ട്. ബ്രിട്ടനിലങ്ങോട്ട് ഇലക്ഷൻ അവിടെ രാത്രി കഴിഞ്ഞു, 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 5.5 മണിക്കൂറും കൂടി വരുമ്പോഴത്തേക്ക് പിന്നെ ഈ മോർണിംഗ് വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്ത. ആ സമയത്ത് കുറച്ച് ഒരു 2 മണിക്കൂറുള്ളപ്പോഴത്തേക്കാണ് ആദ്യത്തെ കാൾ വരുന്നത്. ഇവരിതിൻ്റെ അടുത്ത് പലപ്പോഴും പറയാറില്ല, ഞാൻ ആ ദിവസം വിളിക്കും, ഇത് ഇങ്ങനെ പലപ്പോഴും അങ്ങനെ ചിലപ്പോഴൊക്കെ നേരത്തെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും ആ സമയത്താണ് വിളിക്കുന്നത്, കവർ ചെയ്യാനിടുന്നത്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്നും മനസ്സിൽ വിചാരിക്കും, കാരണം ഇങ്ങനെ ഒരു കാള് വരാം. മുമ്പൊരു ദിവസം ഞാനിങ്ങനെ ഏതാണ്ട് ഒരു 2 മണി ആകുമ്പോഴത്തേ എല്ലാം ഈ വീട്ടിൽ നിന്ന് ബെഡിലിരുന്നിട്ട്, അവിടെ ഈ ഹോസ്പിറ്റലിൽ നമ്മളിങ്ങനെ ബെഡിൽ ഇങ്ങനെ ചായയും മറ്റേ കൊണ്ടുവയ്ക്കുന്ന ഒരു ഡെസ്ക് പോലൊരു സംഗതി ഇങ്ങോട്ട് ബെഡിലോട്ട് കയറ്റി വയ്ക്കുമല്ലോ, അതുപോലൊരു സംഗതി ഇങ്ങനെ പിടിച്ചൊക്കെ വെച്ച് എൻ്റെ ലാപ്ടോപ്പൊക്കെ അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ച് ഞാൻ ഇങ്ങനെ പകുതി കിടന്നിട്ട് ഇങ്ങനെ വാർത്ത കേട്ടങ്ങനെ ഞാൻ സൂചിച്ച് ഇരിക്കുകയാണ്. കാരണം അന്നേരം വാർത്ത കൊടുക്കുന്നതിനെ പറ്റി ഒരാലോചനയില്ല. അപ്പോഴത്തേക്ക് ടെലിഫോൺ അടിക്കുകയാണ്. ടെലിഫോൺ എടുത്തപ്പോൾ മറു സൈഡിൽ നിൽക്കുന്നത് നികേഷ് കുമാർ. അപ്പോൾ നികേഷ് കുമാർ ചോദിക്കുകയാണ്, വാർത്തകളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ, കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഒന്ന് കൊടുത്താലോ എന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു നിശബ്ദനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് വന്ന ഒരു കാളാണ് സഡനായിട്ട്. ഞാൻ പിന്നെ അപ്പോഴും മുതൽ അങ്ങ് തുടങ്ങി. അന്നത്തെ 2-3 വാർത്തയിൽ അതിൽ ചെയ്തു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചാനലുണ്ടായിരുന്നല്ലോ, അത്. പിന്നെ അതിനു മുമ്പ് കൈരളി ചാനൽ, അത് വേറൊരു പ്രധാനപ്പെട്ടതാണ്. കൈരളി ചാനലിൽ ഞാനൊരു ഏകദേശം കാരണം അതിൻ്റെ UK ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഞങ്ങൾ 3-4 പേര് കൂടിയായിരുന്നു ചെയ്തിരുന്നു. അപ്പം അതിൽ ഞാനൊരു 2-3 വർഷം ചെയ്തിട്ടുണ്ട്. പിന്നീട് അപ്പോൾ അവിടെ നിന്നും കാൾ വരും. അപ്പോൾ അത് ഒരു സമയത്ത് അങ്ങനെ ഈ പല ചാനലിൽ നിന്നും ഇതിന് ഇങ്ങനെ പറഞ്ഞിട്ട്, ഇപ്പോൾ ബ്രിട്ടനിലൊരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് അവർ വിളിക്കും. പിന്നെ ജോൺ ബ്രിട്ടാസ് മാത്രമല്ല, ജോൺ ബ്രിട്ടാസിന് മുമ്പിരുന്ന കൃഷ്ണകുമാറിന് മുമ്പിരുന്ന സുരേഷ് നാരായണൻ, അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ട്. ഈ എൻ്റെ ആദ്യത്തെ ഒരു ലൈവ് ഇൻ്റർവ്യൂ, ഒരു പൊളിറ്റിക്കൽ വാർത്ത, മറ്റേ ഏഷ്യാനെറ്റ് ചെയ്ത വേൾഡ് കപ്പ് ക്രിക്കറ്റില്ല, ഇറാഖിന് എതിരായിട്ട് യുദ്ധം, ഇറാഖിന് പോയി അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അറ്റാക്ക് പോകുന്നതിന് മുമ്പ് അതിനുള്ള വൻ പ്രതിഷേധം ലണ്ടനിൽ നടക്കുകയാണ്. അപ്പോൾ ഞാനിത് വാർത്ത ഇങ്ങനെ, അത് അന്നത്തെ ഒരു പ്ലാനായിരുന്നു അങ്ങനെ ചെയ്യാമെന്ന് കൈരളിയുമായിട്ട്. അപ്പോൾ ഞാനവിടെ ഹയറ്റ് പാർക്കിൽ നിൽക്കുകയാണ്. അത് ബ്രിട്ടനിലെ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സമരം നടക്കുകയാണ്. 4 മില്യൺ ആളുകൾ, അത് 40 ലക്ഷം ആളുകൾ ലണ്ടൻ സിറ്റിയിൽ വന്ന് പ്രതിഷേധിക്കുകയാണ് ബ്രിട്ടൻ ഇറാഖിൽ പോയി യുദ്ധം ചെയ്യുന്നതിനെതിരായിട്ട്. അപ്പോൾ
അങ്ങനെ ഞാൻ ഈ ഈ പ്രതിഷേധക്കാരുടെ കൂടെ ആദ്യമൊക്കെ പോയി നോക്കി. എംപാങ്ക്മെൻറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തേംസ് നദിയുടെ ഓരത്ത് ഉള്ള സ്റ്റേഷനാണ്. അവിടുന്ന് ചെന്നപ്പോൾ പോലീസ് ഞങ്ങളെ ഈ വലതുവട്ട ഭാഗത്തേക്ക്, ഈ തേംസ് നദിയുടെ ഭാഗത്തേക്ക് ഞങ്ങളെ വിടില്ല. അവർ തിരിച്ച് ഇടത് ഭാഗത്തേക്ക് വിടുകയാണ്. അപ്പോൾ ഇടതുഭാഗം എന്ന് പറയുന്നത് ട്രഫാൽഗർ സ്ക്വയറിലേക്ക് പോകും. ട്രഫാൽഗർ സ്ക്വയർ അവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ നിന്ന് പിന്നെ വീണ്ടും വലതോട്ട് പോയി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ്റെ ഭാഗത്തേക്ക് വിടും. അത് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇതേ സ്റ്റേഷൻ്റെ മറു സൈഡിലെത്തിയ 2.5 മണിക്കൂർ കൊണ്ടാണ്. അത്രയ്ക്കും റോഡ് നിറച്ചും ആളാണ്. ബ്രിട്ടൻ ഇറാഖിനെ ആക്രമിക്കാൻ പോകുന്നതിനെതിരായിട്ട് ഉള്ള പ്രതിഷേധമാണ്. അപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് അപ്പുറത്ത് വന്ന് പാർലമെൻറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇപ്പം ഈ സമയത്തൊക്കെ കൈരളിക്ക് വാർത്ത കൊടുക്കണം എന്നുള്ള ഇതെൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഞാനവിടെ മറു സൈഡിൽ ഈ പ്രതിഷേധ പ്രകടനത്തിൻ്റെ കൂടെ പോയാൽ ഞാനന്ന് വൈകിട്ടേ അവിടെ എത്തത്തുള്ളൂ. ഒരു 3-4 മൈൽ അപ്പുറത്താണ് ഇതിൻ്റെ അവസാനം, ഹൈഡ് പാർക്കിൽ. അപ്പോൾ പണ്ട് കൃഷ്ണമേനോനൊക്കെ പ്രസംഗിച്ച ആ ഹൈഡ് പാർക്ക് കോർണറൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ ഈ റോഡിലൂടെ പോവുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തും. ഞാൻ ഇടയ്ക്ക് കറങ്ങി തിരിഞ്ഞ് മറു സൈഡിൽ, ഈ സ്റ്റേഷൻ്റെ മറു സൈഡിൽ വന്നിട്ട് പാർലമെൻറ്റ് അതുവരെ നടന്ന് അവിടെ നിന്ന് ട്രെയിൻ എടുത്ത് ഞാൻ മറ്റേ ട്യൂബ് ട്രെയിൻ എടുത്ത് മെട്രോ എടുത്ത് ഞാൻ ഈ ഹൈഡ് പാർക്ക് സ്റ്റേഷനിൽ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ അടിക്കുകയാണ്. അപ്പം ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അതിശക്തമായ ഗംഭീര പ്രസംഗങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞ് വാർത്ത റെഡിയാണോ എന്ന് ചോദിക്കുകയാണ്, കൈരളിയിൽ നിന്ന് ചോദിക്കുകയാണ്, വാർത്ത കൊടുക്കാൻ റെഡിയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പേപ്പറും ഞാനെന്താണ്, ഞാൻ ഈ പത്രത്തിൽ ഒരു ശൈലിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വീട്ടിൽ പോയി എഴുതി തിരുത്തി വീണ്ടും എഴുതി ഒക്കെ അയക്കാം എന്നുള്ള നിലയ്ക്ക് ഇരിക്കുകയാണ്. പക്ഷേ അതിനൊന്നുള്ള സമയമില്ല. എനിക്ക് 10 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 10 മിനിറ്റിനകത്ത് വാർത്ത ലൈവ് പോകാൻ പോവുകയാണ്. ഇപ്പോഴും വാർത്ത വേണം എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ് എനിക്ക് അല്പം കൂടെ സമയം വേണം, എനിക്കൊന്ന് തയ്യാറാവണം. പറഞ്ഞാൽ അവിടെ എൻ്റെ പേപ്പർ പോലും ഇല്ല. ഞാൻ പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ഏതെങ്കിലും പേപ്പർ എടുത്ത് എഴുതിക്കൊള്ളാൻ. അങ്ങനെ ഞാൻ ഇതങ്ങോട്ട് ഈ കേട്ട പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്, പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പോൾ അതിൽ ഒരാൾ പറയുകയാണ്, അതായത് യൂണിവേഴ്സിറ്റി ലെക്ചറേഴ്സിൻ്റെ യൂണിയൻ നേതാവ് പറയുകയാണ്, ബ്രിട്ടനിൽ എഡ്യൂക്കേഷന് ഫണ്ടില്ല, അതിനുള്ള ഫണ്ടില്ല. ആ സമയത്താണ് ബ്രിട്ടൻ ഇറാഖിനെതിരെ യുദ്ധത്തിന് പോകുന്നത്. എവിടെ നിന്ന് ഇവർക്ക് ഈ പൈസ കിട്ടി? ഇതിനു വേണ്ടി എഡ്യൂക്കേഷന് ചിലവാക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് എങ്ങനെ ഇറാഖിൽ പോയി യുദ്ധം നടത്താനായിട്ട് ബ്രിട്ടന് പൈസ കിട്ടി? എന്നിട്ട് പിന്നെ ബുഷിനെയും ബ്ലെയറിനെയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന പ്രസംഗം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ട് പേപ്പർ എടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് എഴുതി തുടങ്ങിയിട്ട് ഞാൻ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തു വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നീട് കൈരളിയിൽ നിന്ന് അറിഞ്ഞത്, അന്ന് പിണറായി വിജയൻ ഇതിൽ ശരിക്കും ഇൻവോൾവ് ചെയ്യുന്ന ആളാണ്. പിണറായി വിളിച്ചിട്ട് പറഞ്ഞത്, സുരേഷിനെ ഇന്ന് വാർത്ത ലണ്ടനിൽ നിന്ന് ചെയ്ത ആൾ, എൻ്റെ പേര് അന്ന് അറിയില്ലായിരുന്നു പിണറായി സഖാവിന്, പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇന്ന് വാർത്ത ചെയ്ത ആളിനെ കൊണ്ട് വാർത്ത ചെയ്യിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അത് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ എൻ്റെ റിപ്പോർട്ടിങ് ഏതായാലും ഒരു റിപ്പോർട്ടിങ്ങിനേക്കാൾ ഉപരി ഒരുതരം പ്രസംഗം പോലെയായി. കാരണം ഈ ആവേശം മൂത്ത് ഈ പ്രസംഗവും എല്ലാം കൂടെ കൊണ്ട് ഈ പെട്ടെന്നുള്ള സമയം തന്നിട്ട് ഈ വാർത്ത എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഒരു യുദ്ധവിരുദ്ധ പ്രസംഗമായിട്ട് തന്നെ അങ്ങോട്ട് മാറുകയായിരുന്നു. അങ്ങനെ അത് ഒരു വലിയ അനുഭവമാണ്. പിന്നീട് MA ബേബി എന്തോ പറഞ്ഞ് പോസിറ്റീവായിട്ട് അതിനെപ്പറ്റി പ്രതികരിച്ചതിനെ പറ്റി കൈരളി അന്ന് കേട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വേറൊരു തരം അനുഭവങ്ങളാണ്. പിന്നീട് അതുപോലെ പല സംഭവങ്ങളിലും, ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ അങ്ങനെ ലണ്ടനിൽ നിന്ന് ഇങ്ങനെ പല ചാനലുകൾ, ബ്രിട്ടനിലെ ഈ മലയാളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകൾ, ഇപ്പോൾ ന്യൂസ് 24 ആയാലും റിപ്പോർട്ടർ, നികേഷിൻ്റെ റിപ്പോർട്ടർ ആയാലും, അതിനു മുമ്പ് മറ്റേ ഒരു ചാനലുണ്ടായിരുന്നല്ലോ ഇന്ത്യ വിഷൻ ആയാലും, അതിലൊക്കെ ചെയ്യാനുള്ള ഒരു തരം ഭാഗ്യമുണ്ടായി എന്ന് പറയാം. എനിക്കെന്നും യാത്ര ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ ഈ പെൻഷനാകുന്ന 63ാമത്തെ വയസ്സിലാണ് ഞാൻ പെൻഷനാകുന്നത്. അതും അവിടുത്തെ ഒഫീഷ്യലായിട്ടുള്ള സമയത്തിനും 4 വർഷത്തോളം മുന്നിലാണ്. ഞാൻ നേരത്തെയാണ് എടുത്തത്. എൻ്റെ പ്ലാൻ അതിനു മുന്നിൽ 58 നിർത്തണമെന്നായിരുന്നു പ്ലാൻ. പിന്നെ പെൻഷനൊക്കെ മാക്സിമം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അല്പം കൂടി മുന്നോട്ട് പോയതാണ്. അപ്പോൾ
അതിന് മുൻപേ തന്നെ പെൻഷനാവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ രാജ്യങ്ങൾ കാണണം, ഓരോ രാജ്യങ്ങളും കാണണം, അതിനെപ്പറ്റി അത് നേരിട്ട് കണ്ട് അനുഭവിക്കണം എന്നുള്ള ഒരു താല്പര്യം വന്നു. അങ്ങനെ യാത്രകൾ തുടങ്ങുകയായിരുന്നു. അപ്പോൾ അതിൽ ഒരു യാത്ര ബ്രസീലിലേക്കായിരുന്നു. അപ്പോൾ ബ്രസീൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ എൻ്റെ മാനേജർ പറയുന്നത്, നീ ബ്രസീലിൽ പോകുന്നു, ഷോ അവിടെ മനുഷ്യനെ തട്ടിക്കൊണ്ട് പോകുന്ന സ്ഥലമില്ലേ, നീ എന്തിനാ അവിടെ പോകുന്നു എന്നും പറഞ്ഞിട്ട് ഒരു പ്രശ്നം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ അയാൾ ഓഫീസിൽ ഇരിക്കുകയാണ്, ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു 2-3 ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുണ്ട്. അപ്പോൾ ഞാനവിടെ പോയി സെർച്ച് ചെയ്തു ഇങ്ങനെ വിയറ്റ്നാം ബ്രസീൽ എത്രത്തോളം സേഫാണ് യാത്ര ചെയ്യാൻ. അപ്പോഴും സായിപ്പന്മാർ ഇംഗ്ലീഷുകാരവിടെ, ഞാനിവിടെ 25 വർഷമായിട്ട് ഇവിടെ ബ്രസീലിൽ താമസിക്കുന്നു, എനിക്കൊരു പ്രശ്നവുമില്ല. പാരീസിലും ലണ്ടനിലും എത്ര അക്രമമാണുള്ളത്, അത്രയും അക്രമം മാത്രമേ ഇവിടെ ഉള്ളൂ, അതിൽ കൂടുതലായിട്ടൊന്നും ഇവിടെ ഇല്ലെന്ന് ഈ സായിപ്പന്മാർ എഴുതി വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്താൽ ഇത് എഴുതി വെച്ചിരിക്കുന്നുണ്ട്, അതിൻ്റെ ആളുകൾ തന്നെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ അന്നുള്ള യാത്ര എന്ന് പറഞ്ഞാൽ മൊത്തം എൻ്റെ പ്ലാനിങ്ങാണ്, എവിടെ പോകണം, എങ്ങനെ പോകണം, എല്ലാം ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സേഫ്റ്റിയുടെ പ്രശ്നം, ഈ പറഞ്ഞ കണക്ക് തട്ടിക്കൊണ്ട് പോകൽ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ കുഴപ്പമില്ലെന്ന് പറയല്ല, അവിടെ ഈ കുഴപ്പം എവിടെയാണ് ഇല്ലാത്തത്. ഇപ്പോൾ ഈ അവിടെ തന്നെ ബ്രസീലിൽ പോയപ്പോൾ ഒരു പുസ്തകത്തിൽ വായിച്ച്, ഇന്ന റോഡിൽ പോകുമ്പോഴത്തേക്ക് ആ ഏരിയയിൽ സൂക്ഷിക്കണമെന്ന് പറയും. അപ്പോൾ ചില കുഴപ്പങ്ങളുണ്ട് കേട്ടോ, അത് നമ്മൾ ഈ ഹോംവർക്ക് ചെയ്യാതിരുന്ന കുഴപ്പമുണ്ട്. അത് ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരാളിന് പറ്റിയ കാര്യം BBC റിപ്പോർട്ട് ചെയ്തു. 2 ഇംഗ്ലീഷുകാർ ചെന്നിറങ്ങി, അവർ സാറ്റ്നാവ് വെച്ചിട്ട് പോവുകയാണ്, സാറ്റ്നാവിൽ വെച്ചിട്ട് അവർ റൂട്ട് അടിച്ചിട്ട് അവർ പോവുകയാണ്. പോയി ചെന്ന് അവരവിടെ ഇറങ്ങി ഉടനെ ആദ്യത്തെ വെടി കേട്ടു. ആദ്യത്തെ വെടി കേട്ട് ആദ്യത്തെ ആൾ വീണു, അപ്പോഴത്തെ രണ്ടാമത്തെ ആളിറങ്ങി അയാളെ വെടിച്ചിട്ട് 2 പേരും മരിച്ചു. ഇത് ഞാൻ പോയി 3-4 മാസം നടന്ന് കഴിഞ്ഞ സ്ഥലമാണ്. പക്ഷേ ഞാൻ പോകാൻ ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണത്. എനിക്ക് അവിടുന്ന് എനിക്കങ്ങനെ നമ്മൾ പോകുമ്പോൾ എല്ലാം ഇങ്ങനെ ഇതിൽ ബുക്കുകളൊക്കെ വായിച്ചും ഇൻ്റർനെറ്റേക്കാളും ബുക്കുകളൊക്കെ വായിച്ചിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് പോകാനുള്ള പ്രത്യേകിച്ച് ആ ഒറ്റയ്ക്ക് പോകാനാണെങ്കിൽ അതനുസരിച്ചുള്ള അഡ്വൈസൊക്കെ കിട്ടും. അപ്പം നമ്മളതിന് പാടിപ്പെടണം, വായിക്കണം. അപ്പോൾ വായിക്കാൻ തയ്യാറാണെങ്കിൽ പുസ്തകം കിട്ടും. അപ്പോൾ ഞാൻ അവിടെ ഈ ഫ്രവേലോ എന്ന് പറഞ്ഞ് ഈ കുടിലുകൾ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് പോകണമെന്നുണ്ട്. ഈ പാവപ്പെട്ട സാധാരണ അതിദരിദ്രരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ആളിപ്പം അതിൽ നമ്മുടെ ഡോക്ടർ രവിരാമൻ, ഇവിടുത്തെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ രവിരാമൻ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ വികസിത പ്രദേശങ്ങളുടെ വികസനം അധിഷ്ഠിതമായിരിക്കുന്നത് ഈ പാവപ്പെട്ട അവിടുത്തെ ദരിദ്ര വിഭാഗം താമസിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അവരുടെ അവികസിതത്വത്തിലാണ് ഇവരുടെ വികസനം ശക്തിപ്പെട്ട് നിൽക്കുന്നതെന്നും പറഞ്ഞിട്ട് ഒരു ബ്രസീലിയൻ ചിന്തകനായിട്ടുള്ള ഒരാളുടെ, ഒരു മാർക്സിസ്റ്റ് വ്യൂ പോയിന്റിലുള്ള ചിന്തിക്കുന്ന ഒരാളുടെ ലോകപ്രസിദ്ധമായ ഒരു പോയിന്റ് ഉണ്ട്. അതെന്തായാലും സുരേഷ് അത് വിട്ടുപോകരുതെന്ന് പ്രത്യേകിച്ച് എന്നോട് രവിരാമൻ പറഞ്ഞു, ഡോക്ടർ രവിരാമൻ, ഇപ്പോൾ പ്ലാനിംഗ് ബോർഡ് മെമ്പർ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടും അതും കൂടെ വെച്ചിട്ടൊക്കെയാണ് എനിക്കിവിടെ പോകണം എന്നുണ്ട്. അങ്ങനെ ഞാൻ അന്ന് എൻ്റെ 2-3 ദിവസം അവിടെ പോസ്റ്റ് ഗ്രാജുവേഷന് ചെയ്യുന്ന അവിടുത്തെ ലോക്കൽ ഒരു പെൺകുട്ടി, നമ്മുടെ അവിടെ ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സഹോദരൻ്റെ മോളാണ്, ഡയറക്ടർ സഹോദരൻ്റെ മോള്. അപ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോൾ അവളുടെ അടുത്ത് എങ്ങനെയാണ് ഇന്നടത്തൊക്കെ പോകണമെന്ന് പറയുന്നത് ഞാനാണ്. ഇതിൻ്റെ അടുത്താണ് നമ്മളിന്ന് പോകേണ്ടത്. അതിൽ പല സ്ഥലങ്ങളും അവൾക്ക് അറിയില്ല. അത് പറഞ്ഞ് ഇവിടെ പോസ്റ്റർ മാത്രം എടുക്ക പിടിക്കുന്നതിന് ഈ ബിൽ ബോർഡ്, ഈ പോസ്റ്റേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റേഴ്സ് വെക്കാനായിട്ട് ബ്രസീലിൽ നിയമം അനുസരിച്ച് പറ്റത്തില്ല. പോസ്റ്റേഴ്സ് അവർ ബാൻ ചെയ്തിരിക്കുകയാണ്, റോഡിലുള്ള പബ്ലിക് പോസ്റ്റേഴ്സ്. അപ്പോൾ അതിൽ അതൊക്കെ നല്ലവണ്ണം ഒരു ആർട്ടിസ്റ്റിക് രീതിക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഞാൻ കൊണ്ടുപോവുകയാണ്. അവളുടെ പറഞ്ഞ് നമുക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞ് അവിടുത്തെ ടാക്സി അറേഞ്ച് ചെയ്ത് അവളാദ്യമായിട്ട് കാണുകയാണ് അതൊക്കെ, അവിടുത്തെ ലോക്കൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഇവളുടെ പറഞ്ഞ് എനിക്ക് ഈ ഫ്രവേലോ, ഈ കുടിലുകളുള്ള ആ സ്ഥലത്ത് പോകണമെന്ന്. ഞാനിത് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരനക്കവുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ തീർന്നു. പിന്നെ ബാക്കി 2 ആഴ്ചയോളം കിടക്കുകയാണ് എനിക്ക് അവിടെ. അപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ സ്ഥലത്തോട്ട് പോയി. മറ്റേ അവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഉള്ളത് അവിടെയാണ്. ഞാൻ അറിയുന്നത് ആദ്യം നമ്മുടെ ജോജോ പറഞ്ഞിട്ടാണ്. ജോജോ അതുവഴി ഒരു ഭയങ്കര കറക്കമൊക്കെ ഇറങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ ജോജോ പറഞ്ഞാണ് ആദ്യം പറയുന്നത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, നയഗ്ര ഫോൾസ് ഒന്നും അല്ലത്. അങ്ങനെ ഞാൻ
ഈ അവിടെ ഇതിൽ ഈ ഈ ഈ ഇത് കഴിഞ്ഞിട്ട് ഈ ഫ്രവേലോ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഈ ഫ്രവേലോയിലാണ് നേരത്തെ പറഞ്ഞ 2 ഇംഗ്ലീഷുകാർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവളത് വെറുതെ ഇരുന്നപ്പോൾ ഞാൻ കരുതി ഇവരൊന്നും പ്രതികരിക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അവൾ മീഡിയയൊക്കെ പഠിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നത് ഇയാൾ ഇന്ത്യക്കാരൻ ഇവിടെ വന്നിട്ട്, നമ്മളിപ്പോൾ ബ്രിട്ടനിൽ നിന്ന് വന്നെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരനാണല്ലോ, അവർക്ക് നമ്മുടെ നമ്മുടെ മുഖത്ത് നമ്മുടെ പാസ്പോർട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ് നമ്മൾ സായിപ്പാണെന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കത്തുന്നത് നീ സായിപ്പെന്ന് നീ നിനക്ക് മാത്രം പറയാനേ പറ്റും, നിന്നെ കണ്ട ഒരു സായിപ്പായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സംഗതിയുണ്ട്. അപ്പോൾ നീയുടെ 51 വർഷമായിട്ട് ലണ്ടനിൽ താമസിക്കുന്ന അവരുടെ പറഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ട്. അവർ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ കൊണ്ടുപോകുന്നില്ല. എനിക്ക് പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞില്ല, 1-2 പ്രാവശ്യം പറഞ്ഞേ ഉള്ളൂ. ഞാനേതായാലും ഒരു കാര്യം തീരുമാനിച്ചു, എനിക്കവിടെ പരിചയം ഉണ്ടെങ്കിലേ ഞാൻ പോവും. കാരണം ഇത്രയും അപകടം പിടിച്ച ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ മറ്റേ സായിപ്പന്മാർക്ക് പറ്റിയത് അവർ ഈ സാറ്റ്നാവ് വെച്ചിട്ട് എന്നങ്ങ് ഇറങ്ങി കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ സാറ്റ്നാവ് എന്താ ടൂറിസ്റ്റ് കേന്ദ്രം നോക്കണം. ഈ കുടിലുകൾ കിടക്കുന്ന പാവപ്പെട്ട ആളുകൾ കിടക്കുന്നത്, അവർ ഈ ഡ്രഗും മറ്റുമൊക്കെ ഡീൽ ചെയ്യുന്ന ഏരിയയിൽ അവിടെ ചെന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അതാണ് ഈ വെടിവെച്ചത്. അങ്ങനെയുള്ള അനുഭവം ഉണ്ട്. പിന്നീട് അവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിട്ടുള്ള ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇഗാസു. എന്തൊരു ഈ ചക്രവാളത്തിലേക്ക് മുട്ടുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. ഇങ്ങനെ നമ്മളെ കണ്ണിൻ്റെ കാണാദൂരം വരെ അത് കിടക്കുകയാണ് ഈ വെള്ളച്ചാട്ടം. അങ്ങനെ ഒന്നിന് വേറെ എത്ര 670 എന്തോ ഒരു ഭയങ്കര ഫിഗറാണ്. 2.5 കിലോമീറ്റർ മറ്റാണ് വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ അങ്ങനെ. എന്തൊരു കാഴ്ചയാണ്. എന്നിട്ട് പിന്നെ വേറെ ബോട്ടിൽ കൂടെ പോയിട്ട് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഉയരങ്ങളിൽ വന്ന് പതിക്കുമ്പോൾ അതിൻ്റെ താഴെ ഈ വെള്ളം വന്ന് ഇങ്ങനെ വെള്ളത്തിലേക്ക് മുകളിൽ വെള്ളം വന്ന് താഴെ ഇതിൽ വന്ന് പതിക്കുമ്പോഴത്തേക്ക് ഈ മഴവെള്ളം അടിച്ച് വരുമല്ലോ, ഇങ്ങനെ തൂളി അടിച്ച് ഇങ്ങനെ വരുന്ന അതേപോലെ ഇതിൻ്റെ ഈർപ്പം ഇങ്ങനെ അടിച്ച് വന്ന് നമ്മുടെ പുറത്ത് പറ്റും. ഈ ബോട്ട് വന്ന് കറക്കി തിരിച്ചൊക്കെ വന്നിട്ടൊരു ഭയങ്കര സാഹസികമായിട്ടൊരു യാത്രയൊക്കെ പിന്നെ ഒരു ബോട്ടിൽ വരെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങളതിൻ്റെ സെൻറ്ററിലാണ് താമസിച്ചിരുന്നത്. അത് ഞങ്ങൾ അധികം പൈസ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു വലിയ ഹോട്ടലിലാണ് താമസിച്ചത്. വിയറ്റ്നാമിലെ അനുഭവം അതും സ്വന്തമായിട്ടുള്ള ട്രാവൽ. ഒരു പക്ഷേ അത് ഒത്തിരി എക്സ്പെൻസീവ് ആയിരുന്നിരിക്കാം. കാരണം ഞാൻ ആദ്യം നേരെ സൗത്ത് വിയറ്റ്നാമിൽ പോയി. സൗത്ത് വിയറ്റ്നാമിൽ നിന്ന് പ്ലെയിൻ എടുത്ത് കംബോഡിയയിൽ പോയി. കംബോഡിയയിൽ നിന്ന് വേറൊരു പ്ലെയിൻ എടുത്ത് നോർത്ത് വിയറ്റ്നാമിൽ പോയി. നോർത്ത് വിയറ്റ്നാം ബാക്ക് ടു ലണ്ടൻ. അങ്ങനെയായിരുന്നു പരിപാടി. അതൊന്നും അങ്ങനെ നമുക്ക് ബസ്സിൽ വേണമെങ്കിലല്ല, ബസ്സിൽ ചെയ്യാൻ പറ്റുമായിരുന്നിരിക്കും. പക്ഷേ നമുക്ക് സമയം കുറവുണ്ട്, 2 ആഴ്ചത്തേക്കകത്ത് പോയിട്ട് വരണ്ടേ. അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞു. അന്ന് ഈ ഹൊച്ചിമിൻ്റെ ശവശരീരം സൂക്ഷിക്കുന്ന മൊസോളിയം കാണാനായിട്ട് പോയിരുന്നു. പക്ഷേ അത് എന്തൊരു ഗതികേടാണ്. അത് സോവിയറ്റ് യൂണിയനിൽ റിപ്പയറിന് അയച്ചിരിക്കുകയാണ്. ഈ ഹൊജിമിൻ എന്ന് പറയുന്ന വല്ല മെറ്റീരിയൽ അങ്ങനോ അങ്ങനെ ഈ നമ്മൾ കടയിൽ അങ്ങനെ മേടിക്കുന്ന ഈ ടൂള് കൊണ്ട് റിപ്പയർ ചെയ്യാൻ കൊടുക്കുമല്ലേ, അല്ലല്ലോ, അതൊരു ഭയങ്കര നേതാവല്ലേ. അപ്പോൾ അവരെയൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരുതരം വസ്തുക്കളാക്കി മാറ്റുന്ന പോലെ എനിക്ക് തോന്നി. കാരണം അത് സോവിയറ്റ് യൂണിയൻ റിപ്പയർ ആയി പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞാലേ എന്തൊരു ഗതികേടാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ്. അപ്പോൾ അന്നങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ ആളുകൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം പ്രത്യേകിച്ച് നോർത്ത് വിയറ്റ്നാമിലോട്ട്. ഈ സൗത്ത് വിയറ്റ്നാം ഈ അമേരിക്കയുടെ കൂടെ നിന്ന ഒരു ചരിത്രമൊക്കെ ഉണ്ടല്ലോ, അതെനിക്കൊരു പ്രശ്നം പറ്റി. ഈ ഒരു ഗൈഡ് സംസാരിക്കുകയാണ്. സംസാരിച്ചിട്ട് ഞാൻ അമേരിക്കയിൽ നിൽക്കുന്നത് അതാ വിയറ്റ്നാമിൽ നിൽക്കുന്നത്. അമേരിക്കൻ സ്റ്റൈലിൽ അമേരിക്കൻ വ്യൂ പോയിന്റിൽ അങ്ങ് പറയുകയാണ് കേട്ടോ ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ. ഇവരെ വലിയ ആളായിട്ട് ഇവരൊക്കെ നല്ല പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള പാർട്ടികളാണ്. അങ്ങ് തകർത്ത് വിടുകയാണ്. ഞാൻ പിന്നെ അവസാനം അവനൊരു നോട്ട് എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നത് ഈ അമേരിക്കയുടെ പക്ഷം കേൾക്കാനുണ്ട്. എനിക്ക് വിയറ്റ്നാമീസ് ജനത എങ്ങനെ ഈ യുദ്ധത്തിനെതിരെ പൊരുതി ജയിച്ചു എന്നറിയാൻ വേണ്ടി അത് കേൾക്കാനാണ് ഞാൻ വന്നത്. ഞാൻ നിൻ്റെ ഈ അമേരിക്കൻ വാദം കേൾക്കാൻ വേണ്ടി വന്നതല്ലെന്നും പറയും. എൻ്റെ മുഖമൊക്കെ അങ്ങ് ചുമന്ന് അവൻ പിന്നീട് കൂടുതൽ സംസാരിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരനുഭവമുണ്ട്. അപ്പോൾ പിന്നെ ഭയങ്കര അധ്വാനശീലരായിരുന്നു കണ്ടിട്ടുണ്ടോ. അതിരാവിലെ അവർ പണിയൊക്കെ തുടങ്ങും, അതിരാവിലെ തുടങ്ങും, അതുകൊണ്ട് 2-3 മണിയാകുമ്പോൾ നിർത്തുകയും ചെയ്യും. അതൊരു ഭയങ്കര വ്യത്യാസമാണ് കണ്ടത്. പിന്നെ പക്ഷേ അതിപ്പോൾ ജോൺ പിൽജർ എന്നുള്ള ലോകപ്രസിദ്ധ പത്രപ്രതിനിധി പറയുന്നത്
അവർ എല്ലാം ഇതുവരെ നേടിയതെല്ലാം കൊണ്ട് കളഞ്ഞു കുളിച്ചു എന്നുള്ളൊരു അഭിപ്രായം പറയുന്നുണ്ട്. കാരണം അമേരിക്കൻ ഡോളറിന് വേണ്ടി ഉള്ള എൻ്റെ പുസ്തകത്തിലൊരു ഒരു പടമുണ്ട്, ഒരു പടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പടത്തിൽ പടം തുടങ്ങുന്ന ഈ സ്ട്രീറ്റിൽ നിന്നാണ്. അത് വിയറ്റ്നാമിലെ ഒരു പ്രധാനപ്പെട്ട സ്ട്രീറ്റിൽ ഈ ഈ അമേരിക്കയിൽ നിന്ന് വന്ന 4 പട്ടാളക്കാരിങ്ങനെ നടന്നു പോവുകയാണ് നല്ല വെളിച്ചത്തിലേക്ക്. അവിടെയാണ് ഈ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കനും മക്ഡൊണാൾഡൊക്കെ കാണുന്നത്. അവിടെയാണ് ഈ ഒരു അമേരിക്കക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്ത് അമേരിക്കയുടെ കടയും വെച്ച് ആഘോഷിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. അത് സ്പൈക്ക് പടമാണത്. കറുത്ത വംശജനായിട്ടുള്ള വലിയ ഗംഭീര ശക്തനായ സംവിധായകനാണ്. അപ്പോൾ അത് മറ്റൊരു സൈഡ് പൊളിറ്റിക്കലായിട്ടുള്ള. പിന്നെ ജോൺ ബിൽജർക്ക് അങ്ങനെ പറയാം. ജോൺ ബിൽജർ എന്ന് വെച്ചാൽ ഭയങ്കര റെബലായിട്ടുള്ളൊരു പത്രപ്രതിനിധിയാണ്. അയാൾക്ക് ഒരു പ്രശ്നമല്ല, അയാൾ പോളിസിക്ക് വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ കമ്പനികളും വൻ കമ്പനികളും അന്താരാഷ്ട്ര കുത്തക കമ്പനികളാണ് ഈ ലോകം പലയിടത്തും നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജോലിയാണല്ലോ ഇവിടെ. ഇപ്പോൾ പണ്ട് ഈ ബ്രിട്ടനിൽ ഞാൻ ഇങ്ങനെ വലിയ പ്രതിഷേധങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു സംഭവമുണ്ട്. ഒരു കൊടി, അമേരിക്കൻ ഫ്ലാഗിൽ ഇങ്ങനെ അതിനകത്ത് നിറച്ചും കൊക്കക്കോള, പെപ്സിക്കോള പിന്നെ ഉള്ള കമ്പനി ഈ അമേരിക്കൻ ഫ്ലാഗിനകത്ത് നിറച്ചുള്ളതാണ്. അത് ഭയങ്കര നല്ല അതിശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജർമ്മനി യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു നമുക്ക് ദിവസങ്ങളോളം പറയാനും കാണിക്കാനും ഉള്ള വിഷയങ്ങളുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ പോയത് ബേഗൻ, അതായത് ഈ ഫാസിസ്റ്റുകൾ, ഹിറ്റ്ലറുടെ കീഴിലുള്ള ഫാസിസ്റ്റുകൾ അവർ എന്താണ് അതിന് പറയുന്നത്, കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇതൊക്കെ മരണ ക്യാമ്പുകളായിരുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പല്ല, ശരിക്കും മരണ ക്യാമ്പുകളായിരുന്നു. ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അതുപോലെ ഒരു സ്ഥലത്ത് അതിൻ്റെ ബാക്കി പത്രമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഞാൻ പോയത് ഇത് കാണാനായിട്ട്. അത് എത്രയോ ഉണ്ട് അവിടെ ജർമ്മനിയിലൊക്കെ. അപ്പോൾ ജർമ്മനിയിലാണ് ആദ്യം പോകുന്നത്. ജർമ്മനിയിൽ നിന്നാണ് ഞാൻ പിന്നെ ഫിലഡൽഫിയയിൽ വന്നിട്ട് അടുത്ത പ്ലെയിനിൽ പോളണ്ടിലെ ഓസ്റ്വിറ്റ്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം ജർമ്മനിയിലെ കാര്യം പറയാം. അപ്പോൾ ജർമ്മനിയിലെ ബെർഗൻ ബെൽസൺ എന്ന് പറയുന്ന ക്യാമ്പിലാണ് ലോകപ്രസിദ്ധയായ കുഞ്ഞെഴുത്തുകാരി 13 വയസ്സുണ്ടായിരുന്ന എഴുത്തുകാരി ആൻ ഫ്രാങ്ക് എന്ന എഴുത്തുകാരി അവളുടെ അനുഭവങ്ങൾ എഴുതിയിട്ടുള്ളത്. അതായത് ഈ ഹിറ്റ്ലർ അങ്ങനെ യൂറോപ്പ് അങ്ങനെ പിടിച്ചടക്കി വരികയായിരുന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഓസ്ട്രിയയിൽ ഇവർ രഹസ്യം, കാരണം ഈ ജ്യൂസിനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പിടിച്ച് അറ്റാക്ക് ചെയ്ത് ഇങ്ങനെ കോൺസെൻട്രേഷൻ മരണ ക്യാമ്പിലേക്ക് അയച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് 2 വർഷം ഒരു 14 പേര് ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ അവരുടെ മച്ചിൻ്റെ മുകളിൽ പോയി ഒളിച്ചിരിക്കുകയാണ് 2 വർഷം. അപ്പോൾ താഴെ ഓഫീസ് നടക്കുകയാണ്. ഈ സമയത്ത് വേണം അവർക്ക് ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ വേറെ ഉള്ള കാര്യങ്ങളെല്ലാം നടക്കേണ്ട ഈ 14 പേർക്കും ഈ മുകളിലിരുന്ന് ഇവർ ശബ്ദം കേൾക്കാതെ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഒരു ദിവസം പല കാരണങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഇവർ പിടിക്കപ്പെട്ടിട്ട് ഈ വീട്ടിൽ നിന്ന് പിന്നെ അവശേഷിക്കുന്ന ഒരാൾ മാത്രമാണ്. കാരണം അതൊന്ന് പിടിച്ചുകൊണ്ട് പോയതിൽ ഒരാൾ മാത്രമേ, അച്ഛൻ മാത്രമാണ്, ഫ്രാങ്ക്, അയാൾ മാത്രമാണ് രക്ഷപ്പെടുന്നു. അമ്മ അവിടെ കൊല്ലപ്പെടുന്നു. ആൻ ഫ്രാങ്ക് കൊല്ലപ്പെടുന്നു. ആൻ ഫ്രാങ്കിൻ്റെ ചേച്ചി മാർഗോട്ട് അവർ കൊല്ലപ്പെടുന്നു. എല്ലാം ഈ ക്യാമ്പിൽ വെച്ച്, മരണ ക്യാമ്പിൽ വെച്ചിട്ട്. അപ്പോൾ അത് ജർമ്മനിയിലെ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയിട്ട് കൊല ചെയ്യുന്നത്. അപ്പോൾ എന്തിന് ഞാൻ അവിടെ പോയി എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എന്തിനു പോയി. അപ്പോൾ നമ്മൾ ഈ ലോക രാജ്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഓരോ രാജ്യങ്ങളിലും ഇപ്പം എൻ്റെ രാജ്യമാണ്, നീ അപരനാണ്, നീ അന്യനാണ്, നീ അല്ലെങ്കിൽ കുടിയേറ്റക്കാരനാണ്, നീ അല്ലെങ്കിൽ മുസ്ലിമാണ്, നീ അല്ലെങ്കിൽ ഹിന്ദുവാണ്, അല്ലെങ്കിൽ അവൻ കറുത്തവനാണ്, അവൻ മറ്റവനാണ്, മറിച്ചവനാണെന്ന് അപരനാക്കുക എന്നുള്ളതാണ് അന്യവൽക്കരണം. അത് നടക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പേരിൽ ചൂഷണം, അതിൻ്റെ പേരിലുള്ള വെറുപ്പ്, അതിൻ്റെ പേരിലുള്ള പൊളിറ്റിക്സ്, അതിനെതിരെ ഉള്ള ഒരു പ്രതികരണത്തിന് ഒരു ശക്തി, ഊർജം പകരാൻ വേണ്ടി ആണ് ഞാനത് പോയത്. അപ്പോൾ അത് ഈ ബെർഗൻ ബെൽസൺ ക്യാമ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ ജർമ്മനിയിൽ എൻ്റെ കൂടെ വന്നത് എൻ്റെ ഒരു റിലേറ്റീവ്, ഒരാളവിടെ PhD കഴിഞ്ഞ ഒരു സുഹൃത്ത് ബിനോയ്.
ബിനോയാണ് എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ബിനോയ് ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്നു. അപ്പോൾ ബിനോയുടെ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ബിനോയ് ജോലി സ്ഥലത്ത് എന്ന് പറയുകയാണ്, അവിടെ എല്ലാം ഈ ഗ്രൂപ്പിൽ അതേ ഗ്രേഡിലുള്ള പാർട്ടികളാണ്. ഈ PhDയും ഇതൊക്കെ കഴിഞ്ഞത് പോസ്റ്റ് ഡോക്ടറേറ്റൊക്കെ ചെയ്ത ആളുകളൊക്കെ നിൽക്കുകയാണ്. അവരൊക്കെ പറഞ്ഞു, പക്ഷെ നീ എന്തിനാ അവിടെ പോകുന്നത്? നിനക്ക് ഇവിടെ ബെർലിനിൽ പോയാൽ പോരെ, നിനക്ക് പാർലമെൻറ്റ് കണ്ടാൽ പോരെ, മറ്റോ കുറച്ച് കണ്ടാൽ പോലെ എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ പോയി അതൊന്നും കണ്ട് വൃത്തികെട്ട ഇതൊന്നും പോയി ആവശ്യമില്ലെങ്കിൽ എന്തിനു പോകണമെന്നാണ് ഇവർക്ക് ഈ ചരിത്രം മൂടി വയ്ക്കണം. ഇങ്ങനെ അതിനേക്കാളും വേറൊരു സംഭവം, ഞാൻ ഒരു 10 മിനിറ്റുള്ളൊരു വീഡിയോ അതിനിട്ടിട്ടുണ്ട് അതിനെപ്പറ്റി. അതായത് ഫേസ്ബുക്കിലും ഇട്ടിരുന്നു. അത് ഒറ്റയടിക്ക് 1000 പേര് ഒന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ, ഞാനിത് പോകുന്നതിന് മുമ്പ് പുസ്തകം വായിക്കുമല്ലോ. പുസ്തകം ഒരു 600 പേജുള്ളൊരു പുസ്തകം. ഞാനങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്ക് അതിലാകപ്പെടെ ഒരു 2 സെൻറ്റൻസ്. ആരാണ്? ബേഗൻ ബെൽസൺ എന്ന് പറഞ്ഞ ഈ മാർഗോട്ടിനെയും ആൻ ഫ്രാങ്കിനെയും ഒക്കെ കൊല ചെയ്ത ആ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച് 2 സെൻറ്റൻസ്. ആ ചരിത്രം ഇത്രയും ഭയങ്കര ക്രൂര കൃത്യങ്ങൾ ചെയ്ത ആ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച് 2 സെൻറ്റൻസ്. അതാണ് ഈ ചരിത്രം വെച്ചുള്ള കളിയെ. അപ്പോൾ ഇങ്ങനെ മൂടി വയ്ക്കാനായിട്ട് ഇങ്ങനെ. പക്ഷേ ഇവരാരും അപ്പം അതിൽ കിങ്സ്ലി ആണ്. ഈ കിങ്സ്ലിയുടെ ഡോർലിംഗ് കിങ്സ്ലിയുടെ ബുക്കാണ്. ഡോർലിംഗ് കിങ്സ്ലി വെച്ചാൽ അതിമനോഹരമായ പുസ്തകങ്ങൾ ഇറക്കുന്ന ആളാണ്. നല്ല ഫ്ലാഷി ആയിട്ടുള്ള ബുക്ക്, നല്ല ഉഗ്രൻ ഡിസൈൻ, ഇതൊക്കെ ഇറക്കുന്ന ബുക്കാണ്. പക്ഷേ ഇതാണ് ചെയ്തു വെച്ചത്. അങ്ങനെ വേറൊരു ബുക്ക് എടുത്ത് അതിലും ഇതിനേക്കാളും മോശം. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച്, ഹിറ്റ്ലറെ കുറിച്ച് ആദ്യം 1.5 പേജ് 2 പേജിലും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതൊന്നുമില്ല. അപ്പോൾ ഇത് മറച്ചു വയ്ക്കുകയാണ്. അത് പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഇങ്ങനെ. അപ്പോൾ ഇത് വളരെ ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ അതെല്ലാം പുറത്തറിയാൻ പാടില്ല. അങ്ങനെയാണ് ഈ വലിയ പാണ്ഡിത്യം ഉണ്ടെന്നൊക്കെ പറയുന്ന ആളുകൾ നീ എന്തിനാ അവിടെ പോകണമെന്ന് ബിനോയുടെ അടുത്ത് ചോദിച്ചത്. എൻ്റെ ഡോക്ടർ ബിനോയുടെ എൻ്റെ റിലേറ്റീവിൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അവനും കൂടി എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു നോക്കിയപ്പോഴത്തേക്കും ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കാട് പിടിച്ച ചെടികളൊക്കെ ഇങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ വളർന്ന് നിൽക്കുമല്ലോ. വളർന്നപ്പോൾ ചെടികളൊക്കെ വളർന്ന് ഇങ്ങനെ കാട് പിടിച്ചൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വലിയൊരു കെട്ടിടം കാണുന്നു. അവിടെ 3-4 കാറ് കിടക്കുന്നു. അവിടെ ചെന്നിറങ്ങി, അതാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് അയാളാണ് നമുക്ക് ലിഫ്റ്റ് തന്നത്. എന്നിട്ട് അയാൾക്ക് നമ്മൾ പൈസ കൊടുത്തു. അയാൾ ഇങ്ങോട്ട് പറഞ്ഞാണ് അയാൾ ഇങ്ങനെ പോകും, പൈസയൊന്നും മേടിക്കില്ലെന്നൊക്കെ പറഞ്ഞ് പൈസയൊക്കെ കൊടുത്തു. എന്നിട്ട് അയാൾ അവിടെ കൊണ്ടാക്കിയിട്ട് അയാൾ പോയി. നമ്മൾ പറയുന്ന സമയത്ത് അയാൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയാണ് നോക്കുമ്പോഴത്തേക്കെന്നല്ല, അവിടെ ആൻ ഫ്രാങ്കിൻ്റെ സ്മാരകം നമ്മൾ കാണുക. ആൻ ഫ്രാങ്കിന് അപ്പോൾ അതിൻ്റെ പടമൊക്കെ എൻ്റെ ഉണ്ട്. ആൻ ഫ്രാങ്കിൻ്റെ സ്മാരകത്തിന് മുന്നിൽ നിൽക്കുന്ന ആൻ ഫ്രാങ്കിൻ്റെ ചേട്ടത്തി മാർഗോട്ടിൻ്റെ സ്മാരകം. അമ്മയുടെ അവിടെ കണ്ടില്ല. അമ്മയും അതേ ക്യാമ്പിൽ വെച്ച് തന്നെയാണ് മരിച്ചത്. പിന്നെ ഉള്ളത് അച്ഛനാണ്. അച്ഛൻ രക്ഷപ്പെട്ടു. അച്ഛൻ പിന്നീട് അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. ചിലരും അങ്ങ് മരണത്തിൻ്റെ വക്കിലൊക്കെ ഇന്ന് രക്ഷപ്പെടുമല്ലോ, അങ്ങനെ രക്ഷപ്പെട്ടു. ആഷ്വിറ്റ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പോളണ്ടിലെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു റെയിൽവേ പാത, എവിടുന്നോ വരുന്ന ഒരു റെയിൽവേ പാത ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ആ റെയിൽവേ പാത ഒരു തരം ഈ മരണത്തിൻ്റെ ഈ മണിമുഴക്കം കേൾക്കുന്ന പോലെ ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്. അല്ല, പണ്ട് നമ്മൾ റെയിൽവേയിൽ അങ്ങ് ട്രെയിൻ വരുന്നോന്ന് ചെവി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് മരണത്തിൻ്റെ മുഴക്കത്തിലോടുകൂടി ഇതിങ്ങനെ നിൽക്കുകയാണ് ഈ റെയിൽവേ പാത. അവിടെ ഈ ട്രെയിൻ വരും. ഈ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ജ്യൂസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഗെയ്സ്, ലെസ്ബിയൻ, ഇവനെയൊക്കെ തട്ടി ഇതിനകത്ത് ഇട്ടിട്ട് കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് ഒരു ഡോക്ടർ അവിടെ നിൽക്കും. ഒരു മുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈ കാണിക്കും, ഇയാൾ കാണിക്കും. അപ്പോൾ അവരങ്ങോട്ട് പോകും. ചിലർക്ക് ചിരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവസാനത്തെ ചിരിയാണിത്. പിന്നെ ചിരിക്കാൻ സമയമില്ല, കാരണം അടുത്ത 1 മണിക്കൂറിനകത്ത് ഇവർ ചാരമാവാൻ പോവുകയാണ്. അപ്പം അങ്ങോട്ട് കാണിച്ചാൽ ഇത് സ്ട്രൈറ്റ് അവേ ചാരമാവാൻ പോണ ആളുകളാണ് അവർ. 1-2 മണിക്കൂറിനകത്ത് ഗ്യാസ് വെച്ചവരെ കൊല്ലും, പിന്നെ അവർ തീയിടും. അങ്ങനെ ഇപ്പുറത്തോട്ട് പോണ ആൾ അല്പം കൂടി ആരോഗ്യമുള്ളവരാണ്. അവരെ കൊണ്ട് അടിമപ്പണി ചെയ്തിട്ട് അതിൽ ഇപ്പോൾ മറ്റേ ബെൻസ് ഉണ്ടായിരുന്നു, BMW ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഭയങ്കര കമ്പനികൾ പലരും ഇതിന് ഡയറക്റ്റ് ബെനിഫിറ്റ് നേടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ചർച്ച് പോലും ഇതിൻ്റെ കൂടെ നിന്നിട്ടുള്ളതാണ്. ഈ
ഇതിൻ്റെ അന്നത്തെ ഹിറ്റ്ലറുടെ പീഡനങ്ങൾക്കും ഹിറ്റ്ലർ നടത്തിയ ഈ കൊലപാതകങ്ങൾക്കും കൂടെ നിന്നതാണ്, ചരിത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ അയാൾ അവിടെ ചരിത്രം പറയുമ്പോൾ ഇത് ഓരോന്ന് പറഞ്ഞുതരും പറയും അത് ആ ചർച്ച് അങ്ങനെ ചെയ്തു, ചർച്ച് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെയാണ് ചർച്ച്, എന്തുകൊണ്ട് ചെയ്തു, അത് ഒന്ന് പറയാമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു 3-4 ഡോക്യുമെൻ്ററി കണ്ടിട്ടുണ്ട്, അതിൽ കാണുന്നതെല്ലാം ചർച്ച് ഈ ഹിറ്റ്ലറുടെ കൂടെ നിന്നതായിട്ടാണ് ഞാൻ വായിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നത് അങ്ങനെയാണ്. അത് ആർക്കും മറച്ചു വയ്ക്കാൻ അങ്ങനെയാണല്ലേ, അതിപ്പോൾ ശരിയായിരിക്കും, അതങ്ങ് മാറിയാണ്. അപ്പോൾ പിന്നീട് വേറെ എൻ്റെ ഒരു വെള്ളക്കാരൻ ഒരു ഫ്രണ്ടുണ്ട്, അവൻ പറഞ്ഞത് ലാറ്റ്വിയയിൽ അങ്ങോട്ട് ഈ സോവിയറ്റ് പടയാണ് അവിടെ ലാറ്റ്വിയ രക്ഷിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ സ്റ്റൈൽ അനുസരിച്ചാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ ചെയ്തതെല്ലാം കുഴപ്പമാണല്ലോ, നല്ല കാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് അതങ്ങ് മാറ്റി, ആ പ്രതിമ അങ്ങ് മാറ്റിയിട്ട് ഒരു ചർച്ചിൻ്റെ ഇത് വെച്ച്, ചർച്ചിന് എന്തിനാണ് ഈ പറഞ്ഞ കാര്യമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സ്മാരകമായിട്ട് മാറി. അപ്പോൾ ഈ ഓഷ്വിറ്റ്സിൻ്റെ തുടക്കത്തിൽ ഒരു ഭയങ്കര ഒരു കൊട്ടേഷൻ ഉണ്ട്. അത് പക്ഷേ ഞാൻ അവിടെ എഴുതി വച്ചിരിക്കുന്ന ജോർജ് സന്തായനയുടെ പേരിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് കഴിഞ്ഞ ചരിത്രം ഓർക്കാത്തവർ അവർ ഈ ചരിത്രത്തിലെ ആ കുറ്റങ്ങൾ ആവർത്തിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണെന്നുള്ള ആ മീനിങ്ങിലാണ് ആ സെൻറ്റൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചരിത്രത്തെ മറയ്ക്കാൻ, ഇപ്പോൾ നേരത്തെ ജർമ്മനിൽ പറഞ്ഞതൊക്കെ ഇങ്ങനെ മണ്ണിട്ട് മൂടി അങ്ങോട്ട് നമുക്കിത് കാണണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡോർലിംഗ് കിങ്സിലി ആ പേജ് 2 സെൻറ്റൻസിലാക്കി ചുരുക്കി വയ്ക്കുമ്പോഴത്തേക്ക് ഇതൊന്നും അറിയണ്ടെന്നുള്ള ഒരു ഇതിൽ അതിനെയാണ് ജോർജ് സന്തായന ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളിത് വീണ്ടും ക്ഷണിച്ചു വരുത്തുകയാണ്, അത് ആവർത്തിക്കപ്പെടാൻ നിങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അതിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് കയറുകയാണ്. അപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഈ വയറുകൾ ഇങ്ങനെ ഭയങ്കര ഒന്ന് രക്ഷപ്പെടാനൊന്നും പറ്റും. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ പട്ടികളെയും കൊണ്ടുവന്ന് രാത്രി കൊണ്ടുവന്നിട്ട് ഈ കാട്ടിനിടയിലല്ലേ കൊണ്ടുവന്നിട്ട് അങ്ങ് പോകുമ്പോഴത്തേക്ക് ഈ പട്ടികളെയും കൊണ്ടുവന്ന് ഇവർ ഹണ്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും. പക്ഷേ ഇതിനകത്ത് കിടന്ന് മരിക്കാനും പുറത്ത് കുറച്ച് നേരമെങ്കിലും ശ്വാസവായു കിട്ടിയിട്ട് മരിക്കാമെന്ന് വിചാരിക്കണം. ഈ കൊല ചെയ്യുന്നില്ലേ, അത് ആദ്യം ഗ്യാസ് ചേമ്പറിലോട്ട് വിടുന്നു. അവിടെ ഇങ്ങനെ ആളുകൾ ഈ ചുവരിലെ ഈ ഗ്യാസ് ചേമ്പറിനകത്ത് വലിയ മുറിക്കകത്ത് അങ്ങോട്ട് കയറ്റിയിട്ട് ഇവിടുന്ന് ഗ്യാസ് അടിച്ച് വിട്ടു കൊടുക്കുകയാണ് കൊല്ലാനായിട്ട്. അപ്പോൾ വിടുമ്പോഴത്തേക്ക് ഈ ആളുകൾ ഈ ചുവരിൽ കൈ വെച്ച് ഈ ചുവരിൽ കൈ മാർക്ക് കിടക്കുകയാണ്. കയ്യിലെ നഖം കൊണ്ട് ചുവരിൽ അള്ളിപ്പിടിച്ച് കയറി നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത്. അത് ഒന്ന്. അത് കഴിഞ്ഞ് അടുത്ത മുറിയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ നിറച്ചും ഒരു വലിയ ഹാള് നിറച്ചും ഒരു 10-30 അടി വീതി കൂടുതലൊക്കെ ഉള്ളൊരു വലിയൊരു ഹാള്. അതിനകത്ത് നിറച്ചും ചെരുപ്പാണ്. ചെരുപ്പെന്ന് വെച്ചാൽ ഈ പച്ച മനുഷ്യനെ ആ ചെരുപ്പെന്ന് വലിച്ചൂരി എടുത്തിട്ട് ആ ചെരുപ്പാണ് അവിടെ കിടക്കുന്നത്. പച്ച മനുഷ്യൻ്റെ കാലിൽ കിടന്ന ചെരുപ്പാണ്, അല്ല സ്പെയർ ചെരുപ്പൊന്നുമല്ല, ഈ മരിക്കുന്നതിന് മുമ്പ് ഊരിയെടുത്ത ചെരുപ്പാണ്. അതൊന്ന്. അതിൻ്റെ അടുത്ത മുറിക്കകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇവരെ ആദ്യം ഷേവ് ചെയ്തെടുക്കും. അതൊരു ബിസിനസ്സായിരുന്നു. ഇത് മുടി വിൽക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇതിനകത്ത് നിറച്ചും ഈ വിൽക്കാത്ത ബാക്കി വന്ന മുടികളായിരിക്കും. പിന്നെ മാത്രമല്ല അവസാനം ഇവന്മാർ രക്ഷപ്പെട്ട് ഓടുമല്ലോ, അപ്പോൾ പിന്നെ ബാക്കി കിടക്കുന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കാണാം. അതൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രൂരതയുടെ എത്രത്തോളം ഇത് പോയിട്ടുണ്ട്. പിന്നെ ഈ ഡോക്യുമെൻ്ററിയിൽ ബേഗൻ ബിൽസണിൽ പിന്നെ ഒന്ന് കണ്ട ഒരു ഡോക്യുമെൻ്ററി, ഈ ആളുകൾ മരിച്ചവരുണ്ട്, മരിക്കാൻ പോകുന്നവരുണ്ട്, പകുതി മരിച്ചവരുണ്ട്. ഇവരെയൊക്കെ ഈ ബുൾഡോസർ സംഭവം ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് JCB വന്ന് കോരി എടുത്തുകൊണ്ട് കുഴിയിലിടുകയാണ്, എന്നിട്ട് മൂടുകയാണ്. അതിൽ മൊത്തം ജീവൻ പോയവരുണ്ട്, പോകാത്തവരുണ്ട്, ഇവരെല്ലാം. ഇതെല്ലാം എന്താണ് ഈ വെറുപ്പിൻ്റെ മതത്തിൻ്റെ അല്ലെങ്കിൽ തത്വശാസ്ത്രത്തിൻ്റെ പേരിൽ കുറേ ആളുകളെ അന്യവൽക്കരിച്ച് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് മനുഷ്യരാശി ഒരിക്കലും മറക്കാനാവാത്ത, സന്തായന പറയുന്ന ഒരിക്കലും മറക്കാനാവാത്ത സംഭവമാണ്, മറന്നുകൂടാത്ത. ഈ ക്യാമ്പുകളിൽ കൊല്ലുന്നതും ഇവരിലുള്ള ബലമായിട്ടുള്ള ആളുകളാണ്. അതിനൊരു പേരുണ്ട്, ഒരു പേരുണ്ട്. അപ്പോൾ ആ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവരെങ്ങനെയെന്നറിയാം, ഈ കൊല ചെയ്യാനായിട്ട് ഈ ആളുകളെ ഇവരെ ജോലി അതാണ്. 120-ാമത്തെ ദിവസം
ഈ കൊല ചെയ്യുന്നില്ലേ ഈ ആളുകളെ കൊന്നിരിക്കും 120 ദിവസം. 121 ആവില്ല, അതിനു മുമ്പ് കൊന്നിരിക്കും. പക്ഷേ യവന്മാർ തോക്കൊക്കെ ഉണ്ട്. യവന്മാർ ഇറങ്ങി ഒരു 10 എണ്ണത്തിന് വെടിവെച്ചാലും കുറച്ച് കാര്യം നടക്കുവേ. ഒരു തവണ ചെയ്തിട്ടുണ്ട്. ഒരു 10 എണ്ണം അവരറിഞ്ഞ് ഒരു 10-12 എണ്ണത്തിനെ കൊന്നു. അത് എന്തായാലും കൊല്ലും. പിന്നെ തിരിച്ച് കുറച്ച് പൊരുതെങ്കിലും മരിച്ചു എന്ന് പറയാമല്ലോ. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. പിന്നെ ശരിക്കും നീട്ടുന്നില്ല, പിന്നെ ഒരു സംഭവമുള്ള ഒരു ഡോക്ടർ എന്നിട്ട് അയാളിവിടെ എങ്ങനെ ഈ മരിച്ചു എന്ന് ഉറപ്പിക്കാനും മറ്റുമൊക്കെ ഉള്ള ജോലിയാണ്. അപ്പോൾ അയാൾക്കെതിരായിട്ട് വൻ പ്രതിഷേധമുണ്ട്. പക്ഷേ അയാളുടെ അനുഭവങ്ങളൊക്കെ എഴുതി വേറൊരു പുസ്തകമുണ്ട്. അത് ഭയങ്കരമാണ് ആ ഡോക്ടറുടെ അനുഭവം. പക്ഷേ അയാളെ ഇപ്പോൾ മറ്റുള്ളവർ തള്ളിപ്പറയുകയാണ്, കാരണം ഇയാളതിന് സഹായിച്ചു എന്ന്. പക്ഷേ അയാൾ അവിടെ നിന്നില്ലെങ്കിലും ഇതൊക്കെ നടക്കും. പക്ഷേ അയാൾ ഇപ്പോൾ മരിച്ചു എന്ന് ഉറപ്പ് വരുത്താനും മറ്റുമൊക്കെ ഇവരുടെ കൂടെ നിന്നവരെ സഹായിച്ചു എന്നുള്ള ഒരു ആരോപണം ഒക്കെ നേരിടുന്നുണ്ട്. അയാൾ രക്ഷപ്പെടും. അവസാനം ഇങ്ങനെയോ അയാൾ രക്ഷപ്പെട്ടു എന്ന് പിന്നെ ഫാമിലിയായിട്ടൊക്കെ തിരിച്ച് കണ്ടുമുട്ടുന്നതൊക്കെ ഉണ്ട്. ഈ യാത്രയെപ്പറ്റി നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞു. നമ്മൾ ഈ പല വിദേശ യാത്രയാണ്, 2 തരം യാത്രയാണ്. ഒന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന യാത്ര, മറ്റത് പാക്കേജ് ടൂർ. ഈ പാക്കേജ് ടൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കടയിൽ ചെന്ന് സാധനം ഓർഡർ ചെയ്യുന്ന കണക്കാണ്. ഇപ്പോൾ ചോക്ലേറ്റ് വേണം, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് വേണം, മറ്റത് വേണം, മറിച്ച് വേണം. അതുപോലെ ഓക്കെ 2 ആഴ്ച നിനക്ക് 52 സ്ഥലത്ത് കൊണ്ടുപോകും. ഈ 52 സ്ഥലത്ത് ഓക്കെ നാളെ രാവിലെ 8 മണിക്കിനടുത്ത് 9 മണിക്കപ്പുറത്ത് 10 മണിക്കപ്പുറത്ത് ഇതൊക്കെ കൊണ്ട് മണിക്കൂർ കണക്കിന് കൃത്യമായിട്ട് ഈ വണ്ടി വരും. നമ്മൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അതിൽ പറയുന്ന കാര്യം കറക്റ്റ് ആയിരിക്കും. അവരൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. കാരണം ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ 200 വർഷത്തെ വ്യത്യാസം ഒരാൾ പറയുന്നു മറ്റേ ആൾ പറയുന്നു തമ്മിൽ 200 വ്യത്യാസം ഞാൻ ഇവിടുത്തെ ഒരു വലിയ ക്ഷേത്രത്തിൽ വെച്ച്, തഞ്ചാവൂർ അതുപോലൊരു ക്ഷേത്രത്തിൽ വെച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാൾ പറഞ്ഞപ്പോൾ 200 വർഷം കുറച്ചാണല്ലോ നിങ്ങൾ പറഞ്ഞതിനേക്കാളെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഒരു പയ്യനാണോ പഠിക്കുന്നേ ഉള്ളത്. അപ്പോൾ അതൊരു കാര്യം. പക്ഷേ അത് കറക്റ്റായിരിക്കും, ഇൻഫർമേഷൻ കറക്റ്റായിരിക്കും, ഇതുപോലെ വരില്ല. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതൊരു തരം ഇങ്ങനെ ലോക്കൽ ആളുകളുമായിട്ട് ബന്ധമില്ലെന്നേ. ഞാൻ നോർത്തേൺ സൈപ്രസിൽ പോയിട്ട് അവിടുത്തെ ഒരു തവണ ഞാൻ ഇറങ്ങി ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഞാനും ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് അവളോട് നിൽക്കണം. അപ്പോൾ അവളോട് സംസാരിച്ചപ്പോഴത്തേക്ക് കോവിഡ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയും കൊണ്ട് ബിസിനസ് വലിയ കുഴപ്പമാണ്, വലിയ ഇതായിട്ടൊന്നും ബിസിനസ്സൊന്നും പിക്കപ്പ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതാണ് എൻ്റെ ആ കമ്മ്യൂണിറ്റിയായിട്ടുള്ള ബന്ധം. വേറെ ഒരൊറ്റ സംഭവം ആളുമായിട്ടൊരു കോണ്ടാക്റ്റ് നമ്മൾ എന്താണ് നടത്തിയത്. അവിടെ പോയി കുറേ അവിടെ ലണ്ടനിൽ എപ്പോഴും കാണുന്ന കുറേ സായിപ്പന്മാരെ കൂടെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതിൽ ഡോക്ടർമാരുണ്ട്, അവരുണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ കമ്പനി ഓക്കെ നമ്മൾ ലണ്ടനിൽ നിന്നൂടെ ഇപ്പോൾ ഇവരെ കൂടെ വന്ന് ഒരു രാജ്യത്ത് വേറെ രാജ്യത്ത് പോയിട്ട് അവരെ കൂടെ പോകേണ്ട, കാരണം ഈ സായിപ്പന്മാരെ നമുക്ക് അവിടെ വെച്ച് കാണാമല്ലോ. അപ്പോൾ നമ്മൾ ആ ലോക്കൽ ആളുകളെ കാണാൻ, അവരുടെ സംസ്കാരം, അവരുടെ ചർച്ച, അവരുടെ ചരിത്രം, അവരുടെ കൾച്ചർ, അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പല യാത്രകളും സഹായിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ രവീന്ദ്രൻ ചിന്തരവിയൊക്കെ നടത്തുന്ന യാത്രകളെന്ന് പറയുന്നത് അത് വേറെ. അയാൾക്ക് 6 മാസം ഒരു സ്ഥലത്ത് ചിലവാക്കണം, അയാൾ ചിലവാക്കും. പിന്നെ നമുക്കൊന്നും 6 മാസം ചിലവാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു കൂടുതൽ വർക്കാണ്. നമ്മളെല്ലാം ചെയ്തിട്ട് എല്ലാം നമ്മൾ എങ്ങോട്ട് പോകണം, ഏത് വണ്ടി എടുക്കണം, നമ്മൾ ടാക്സി പോകണോ അല്ല ട്രെയിനിൽ പോകണോ, എല്ലാം എയർപോർട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സേഫ്റ്റി അതൊക്കെ നമുക്ക് നോക്കണം. ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ, ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്കാണ് ഇങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും അതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ യാത്രകൾ വെച്ചിട്ട് ഞാനൊരു യഥാർത്ഥത്തിൽ നീണ്ട പരമ്പര ചെയ്യാനായിരുന്നു പ്ലാൻ. പിന്നെ അതിൻ്റെ എഡിറ്റിങ്ങും ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ വന്നിട്ട് മധ്യത്ത് വെച്ചങ്ങ് ഒരു നിശ്ചലാവസ്ഥയിൽ എത്തുകയായിരുന്നു. അത് യഥാർത്ഥത്തിൽ കൗമുദി ചാനലിൽ കാണിക്കുകയും അതിൽ ആയിരക്കണക്കിന് ആളുകളത് കണ്ടു. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത് അതിൻ്റേതായ രീതിക്ക് പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ എന്നാലും അത് നല്ലവണ്ണം പോയി. അപ്പോൾ അതിൽ വിയറ്റ്നാം ചെയ്തു, ബ്രസീൽ ചെയ്തു. അതിപ്പോൾ നമ്മൾ പറയുന്ന കണക്കല്ല, അതിൽ മ്യൂസിക്കുണ്ട്, സംഗീതമുണ്ട്, നൃത്തമുണ്ട്, ഡാൻസുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ ഈ ടൂറിസ്റ്റുകളുടെ കൂടെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത ഇതാണ്. അതെല്ലാം അതിൽ ചെയ്യാത്തത്. അതിൽ നമുക്ക് വേണ്ടി നിന്ന് മ്യൂസിക് ചെയ്യുന്നവരുണ്ട്, പിന്നെ പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്ന ഇതുണ്ട്.
അപ്പോൾ അതിനും ആ മ്യൂസിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു യഥാർത്ഥത്തിൽ ഒരു സാധാരണ ഒരു നിയമമനുസരിച്ച് കോപ്പിറൈറ്റിന് അവരൊക്കെ ക്ലെയിം ചെയ്യാവുന്ന കാര്യങ്ങൾ വരെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പക്ഷേ ഭയങ്കര രസമാണ് കാണാനും, കൊണ്ട് സൗണ്ടും നല്ലതാണ്, ഈ മ്യൂസിക്കും എല്ലാം കൂടി. പ്രത്യേകിച്ച് അതിൽ ബ്രസീൽ, കാരണം അവർ സംഗീതത്തിൻ്റെ, നൃത്തത്തിൻ്റെ, ഫുട്ബോളിൻ്റെ അതെല്ലാം ഉണ്ട് അതിനകത്ത്. അതാണ് ബ്രസീൽ കഴിഞ്ഞ് വിയറ്റ്നാമുണ്ട്. വിയറ്റ്നാമിൽ ഈ നമ്മളിപ്പോൾ പറഞ്ഞ വിയറ്റ്നാമിനെ പറ്റി പറഞ്ഞു. അപ്പോൾ വിയറ്റ്നാം പറഞ്ഞ പോലെ അത് വിയറ്റ്നാമിൻ്റെത് വിശദമായിട്ടുണ്ട്. ജർമ്മനിയിലൊന്നും അതിൽ വരുന്നതിന് മുമ്പ് അതൊരു നിന്നു. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ അടുത്ത സ്റ്റേജാണ് ഞാൻ തന്നെ എൻ്റെ ഒരു ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ചാനലെന്ന് പറയുന്നത് പ്ലാനറ്റ് സെർച്ച് വിത്ത് MS, പ്ലാനറ്റ് സെർച്ച് വിത്ത് MS എന്നാണ് ചാനലിൻ്റെ പേര്. അത് അന്തിമമായിട്ട് 2-3 പേരിന്ന് NRS ബാബു സാർ, കലാമുദ്ര എഡിറ്ററായിരുന്ന NRS ബാബു സാറാണ് ആ പേര് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് ആ ചാനലിൻ്റെ ഒരു തുടക്കം. അതങ്ങനെ നല്ല രീതിക്ക് വരികയായിരുന്നു, നല്ല രീതിക്ക് വന്നു, മോണിറ്റൈസേഷന് കിട്ടി. അപ്പോൾ പക്ഷേ അത് യാത്രയിലാണ്. ഇപ്പോൾ പ്ലാനറ്റ് സെർച്ച് വിത്ത് MS, പ്ലാനറ്റ് സെർച്ച് ചെയ്യുന്ന ഒരു ചാനലാണ്, അതിലേക്കാണ് വന്നത്. പക്ഷേ ഈ യാത്ര മാത്രമല്ല, അതിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കിടന്ന് ഇത് ക്യാമറ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒറ്റയ്ക്കൊരാളിനെ പറയാൻ പറ്റുന്നില്ല. കാരണം ഈ ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരികയാണെങ്കിൽ അപ്പോഴൊരാൾ കൈകാര്യം ചെയ്യണം. ആ ഒരാളാണ് ഇപ്പോൾ ഈ ക്യാമറയിൽ ഇപ്പോൾ എൻ്റെ കൂടി ഇരിക്കുന്നത്. അപ്പോൾ അത് പക്ഷേ അത് ആദ്യം ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ വളരെ കുറച്ചല്ലേ അങ്ങനെ എടുത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഫോട്ടോ എടുക്കുന്ന പോലെയല്ലല്ലോ ഇത്. വീഡിയോ നമ്മൾ ഓരോ സെക്കൻഡും എങ്ങനെ പിടിക്കുന്നു എന്നുള്ളത് അതിലെങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഓരോ ചലനങ്ങളും ഇതിൽ വരും. അപ്പോൾ നമ്മൾ പലപ്പോഴും കയ്യിൽ വെച്ചായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇത് കയ്യിൽ വെച്ച് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം ലിവർപൂളിൽ നിന്ന് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ചർച്ച് 150 വർഷം പഴക്കമുള്ള ചർച്ചാണ്. ഈ 150 വർഷം പഴക്കമുള്ള ചർച്ചിൻ്റെ വീഡിയോ അതിൽ കാണിക്കുമ്പോൾ അത് കയ്യിൽ വെച്ച് എടുത്തിരിക്കുകയാണ് ആ പടം മൊത്തം. അപ്പോൾ ജയശ്രീയാണ് അത് എടുത്തത്. അപ്പോൾ അത് ആ പള്ളി ആ വീഡിയോ നല്ല സവിശേഷത ഉള്ളതാണ്. ആ കെട്ടിടം വലിയ സവിശേഷത ഉള്ളതാണ്. മലയാളികൾക്ക് ഒരു ഭയങ്കര ലോട്ടറി കിട്ടിയെന്നാണ് എൻ്റെ പക്ഷം. കാരണം ഒരു 150 വർഷം പഴക്കമുള്ള അതിമനോഹരമായ ഒരു പള്ളി, ആ പള്ളി മലയാളികൾക്ക് ദാനം കിട്ടുകയാണ്. അപ്പോൾ അത് കാരണം ഒരു കണ്ടീഷൻ മാത്രമാണ്, ഈ പള്ളി അതായത് ഇവർ ഒരു റിലീജിയസ് കാര്യങ്ങൾക്ക് മാത്രമേ അവർ കൈമാറാൻ പറ്റൂ. ആ ഒരു കണ്ടീഷനിലാണ് വിറ്റിരിക്കുന്നത്, ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവരാണ്, മലയാളികളാണ് ഇതിൻ്റെ ഉടമസ്ഥർ. അത് ഇന്ത്യൻ ഓർത്തഡോക്സ് ചേർച്ചിൻ്റെ ഉടമസ്ഥയിലാണ്. അപ്പോൾ ആ രീതിക്ക് അവരെത്ര 4 ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയിൽ പറയുമ്പോൾ 4 കോടി രൂപ ഈ മലയാളികൾ അതിൽ ചിലവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. കാരണം അതങ്ങനെ മഴവെള്ളമൊക്കെ വീണ് ചുവരൊക്കെ കുതിർന്ന് കിടക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴ് ഞങ്ങളുടെ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം, അതിമനോഹരമായ ഒരു ചർച്ചാണ്. അതിൻ്റെ മ്യൂസിക് ഓർഗൻ തന്നെ ലക്ഷക്കണക്കിന് പൗണ്ട് വിലയുള്ള മ്യൂസിക് ഓർഗനാണ്. പക്ഷേ അത് റിപ്പയർ ചെയ്യാനായിട്ട് അത്രയും പൈസയാവും. പിന്നീട് ഓരോ വർഷവും അതിന് ചിലവാക്കേണ്ടതും അത്രയും വലിയ ഹ്യൂജ് എമൗണ്ടാണ്. അത് ഏതായാലും തൽക്കാലം അവരുടെ ബഡ്ജറ്റിലില്ല. ഭാവിയിൽ തലമുറ തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ ഗ്ലാസ് വർക്ക്, അതിൽ നടക്കുന്ന പെയിൻറ്റിങ്. പക്ഷേ ഇതൊക്കെ ബൈബിൾ കഥകളിലും മറ്റുമൊക്കെ ഉള്ള കാര്യങ്ങളാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ആ പെയിൻറ്റിങ്ങിൻ്റെ ഒരു മനോഹാരിത, അതൊക്കെ കാണേണ്ടതാണ്. അത് ഞങ്ങളെ വീഡിയോയിൽ ഒരുവിധം പകർത്തിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു സ്ട്രക്ചർ മൊത്തം, പിന്നെ ഈ പല രാജ്യങ്ങളിലും റഷ്യയിൽ നിന്നുള്ള ലൈറ്റാണ് 72 ലൈറ്റ് ഉള്ള ഒരു ലൈറ്റ്. പിന്നീട് അതിനുമായിട്ട് കമ്പൈൻ ചെയ്ത് പോകുന്നതാണ് മൊറോക്കോ എന്നുള്ള മറ്റൊരു ലൈറ്റ്. അതൊക്കെ ആ കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നീട് ഉള്ളത് ടൈറ്റാനിക് പോലെ അതേപോലെ മുങ്ങിപ്പോയ മറ്റൊരു കപ്പലുണ്ട്. ആ കപ്പലിൽ മുങ്ങിയ ആളുകളുടെ ഓർമ്മയ്ക്ക്, അത് ലിവർപൂളിലുള്ള ആണെന്ന് തോന്നുന്നു, അവരുടെ ഒരു സ്മാരകം, എത്ര പേരാണ് മരിച്ചത്, അവരുടെ പേരുകളെല്ലാം കൂടെ വെച്ചുള്ള അവിടെ അത് ഈ ചർച്ചിൽ മാത്രമാണുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്താണ് അതുള്ളത്. പിന്നീട് ഈ ഐക്കൺസ് വരച്ചിട്ടുണ്ട്. അത് ഈ ക്രിസ്തീയ ബൈബിളിലെ പുണ്യവാളന്മാരുടെ പടങ്ങൾ. പക്ഷേ അത് രസം എന്ന് പറഞ്ഞാൽ മലയാളി പെൺകുട്ടിയാണ് വരച്ചത്. അവർക്ക് എത്ര 18 വയസ്സോ മറ്റോ ഉള്ളു, 17 വയസ്സോ ഇത് A ലെവലിന് പഠിക്കുന്നത്. ഇവിടുത്തെ +2
ഒരു പഠിക്കുന്ന ഒരു പെൺകുട്ടി, മലയാളി പെൺകുട്ടിയാണ് വരച്ചത്. പക്ഷേ നമ്മൾ ഈ പലയിടത്തും പോകുമ്പോൾ ഫ്രാൻസിൽ പോവുകയാണെങ്കിൽ നേരെ ലൂവോ മ്യൂസിയത്തിലേക്കാണ് ടിക്കറ്റ്. ഇപ്പോൾ എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട് ആ ടിക്കറ്റ്. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊക്കെ കാണുന്നതാണ്. പക്ഷേ അത് കണ്ടപ്പോൾ എന്തോ ഈ പഴയ ചിത്രത്തിൻ്റെ അതിന് ഐക്കൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഐക്കൺ വരച്ച് വെച്ച ഒരു രീതിയുണ്ട്, അത് വളരെ മനോഹരമാണ്. ആ കുട്ടിക്കൊരു വലിയ ഭാവിയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഈ ചർച്ചിൻ്റെ ഭാഗമായിട്ട് അതിലിങ്ങനെ ഈ തിരിയുന്ന ഒരു ഐക്കൺ ഓരോരുത്തരുടെയും, ഓരോ പുണ്യവാളന്മാരുടെയും പുണ്യ പുരുഷന്മാരുടെയും ചിത്രങ്ങൾ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഇതും കാണാം. മൊത്തത്തിൽ ഒരു അതിമനോഹരമായ ഒരു പള്ളി ദേവാലയം ആണ് ലിവർപൂളിലേത്.